Get set chat. Get set chat. Welcome to another wonderful episode of Malabar Gold and Diamond Get Set Chat, powered by Kamalari, presented by Onme Food Waste Disposal. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വരുന്നത് നമ്മുടെ സ്വന്തം മെഗാ സ്റ്റാർ മമ്മൂക്ക അല്ല, പക്ഷേ മമ്മൂക്കയുടെ കൂടെ ഇപ്പോഴത്തെ കഴിഞ്ഞ 2 സിനിമകളിലും നായികയായിട്ട് അഭിനയിച്ച, എന്ന് വെച്ചാൽ ഇപ്പൊ ഡെബ്യൂ ആർട്ടിസ്റ്റ് ആണ്. ആദ്യത്തെ സിനിമയിലും മമ്മൂക്ക, രണ്ടാമത്തെ സിനിമയിലും മമ്മൂക്കയുടെ നായിക. എനിക്ക് വയ്യ, ആകെ മൊത്തം ഒരു മമ്മൂക്കമയം. എനിവേസ്, പത്തേമാരിയിലും ഉത്തോപ്പിയയിലെ രാജാവിലും നായികയായിട്ട് എത്തിയ നമ്മുടെ സ്വന്തം ജുവൽ മേരിയാണ് ഇന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ജുവൽ മേരി. Get set chat. Get set chat. Get set. Get it set. Get set chat. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ് ജുവൽ. Yes, thank you. എന്ത് പറ്റി, ഒരു എനർജി ഇല്ലല്ലോ? Oh, yes, thank you. വെൽ, ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് സുന്ദരിയും സുശീലിയും സുമുഖിയും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പുതിയ നായികയുമായ ജുവൽ മേരി. എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? ആക്ച്വലി സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ജുവലിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. അറിയാം, ഇപ്പോഴും അറിയാം, ഇപ്പൊ കൂടുതൽ അറിയാം. പക്ഷേ ജുവലിനെ ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത് എന്നുള്ള നഗ്ന സത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പോകും. നമ്മൾ കൊളീഗ്സ് ആയിരുന്നു. അതെ, ഞാൻ ഇപ്പുറത്ത് ഷോ ചെയ്യുമ്പോൾ അപ്പുറത്ത് ജുവൽ ഉണ്ടായിരുന്നു. ഏതോ ഒരു പോയിന്റിൽ ജുവൽ ഇങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ ഭയങ്കര ജാടാക്കി ഇട്ടിരുന്നു. എന്റെ ഒരു ഓർമ്മ അതാണ്. അപ്പൊ അന്ന് ഞാൻ നോട്ടോട്ട് വെച്ചതാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്നുള്ളത്. ഇന്ന് ശരിയാക്കാം. ഇല്ലടോ, ലൈക്ക് ഞാൻ എല്ലാ ആങ്കേഴ്സിനെ അങ്ങനെ പൊതുവെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോ നല്ല മണിമണിയായിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കൂട്ടിക്കോ. താങ്ക് യു. അന്ന് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി പറഞ്ഞാൽ മതി. ഞാൻ നോക്കുമ്പോഴത്തേക്കും ശരി, പുതിയൊരു പരിപാടിയൊക്കെ തുടങ്ങി, അപ്പുറത്ത് പുതിയൊരു ആങ്കർ വന്നു എന്നൊക്കെ ഞാൻ കേട്ടു. പുതിയ ആങ്കർ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര നീളം, നോക്കണ്ട എണീക്കേണ്ടി വരും, താഴോട്ട് നോക്കിക്കോ എന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി എത്ര നീളമുണ്ട്? I guess I'm 5'7". 5'7". കൊള്ളാവുന്നൊരു നീളമുണ്ട്, അത്യാവശ്യം നല്ല നീളമുണ്ട്. ഞാൻ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹീലൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഒന്ന് നോക്കണ്ട എന്ന് വിചാരിച്ച് താഴോട്ട്. ഇങ്ങനെ എണീറ്റ് പോയാൽ മോശമാവില്ലേ? ഞാൻ ഓർത്ത് ഇനി വല്ല പ്രൊഫഷണൽ ജലസി കൊണ്ട് എഴുന്നേക്കാത്തായിരിക്കുന്നു. പക്ഷെ ഇതായിരുന്നു ഉള്ളിൽ ആ ധർമ്മസങ്കടം. എനിക്ക് മനസ്സിലാവും കേട്ടോ. ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവും. ഇതുപോലെ നീളോ ഇല്ലാത്തവരിങ്ങനെ താഴോട്ട് നോക്കാറുണ്ടോ? ഇല്ല, എന്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേരുണ്ട് എന്നെക്കാളും നീളം കുറഞ്ഞവര്. അപ്പൊ എനിക്കത് ആക്ച്വലി കൺവീനിയൻസ് ആണ്. കാരണം തോളെ കൈയിടാൻ ഭയങ്കര എളുപ്പമാണ്. മറ്റേ ഒപ്പം ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എത്തിച്ച് കൈയിടണം. ഇതാകുമ്പോ ചുമ്മാ ഇങ്ങനെ. ഇത് ശരിയല്ല. ഈ നീളം കുറഞ്ഞവരുടെ ഒരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ നീളമുള്ളവർ ഞങ്ങളുടെ തോളൊക്കെ നമുക്കൊരു സപ്പോർട്ടും ആണ്. നമ്മള് കൂട്ടത്തിൽ ആളാവാൻ ഏറ്റവും നല്ല പൊക്കമുള്ളവരായിട്ടിരിക്കുക എന്നുള്ളതാ. അല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വളർത്തി തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ സിനിമയിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനുണ്ട് ജുവൽ. എനിക്ക് വയ്യ. ഓക്കെ, എനിവേസ്, എനിക്ക് ഇപ്പൊ ജുവലിനെ കാണുമ്പോഴേ, ഞാൻ ജുവലിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഓക്കെ ജുവൽ ആരാണ്, ജുവലിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ നോക്കുമല്ലോ. അപ്പൊ ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ജുവലിനെ നോക്കുമ്പം എനിക്ക് ഒരു നേഴ്സിനെ കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഞാനിങ്ങനെ ജുവൽ നേഴ്സാണോ, നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ മുടി എല്ലാം കൂടെ വളരെ വളരെ മെച്യൂർ ആയിട്ടുള്ള, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള. എനിക്ക് ശരിക്കും നേഴ്സായിട്ട് വർക്ക് ചെയ്തില്ല. 4 വർഷം പഠിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ഞാൻ എത്രത്തോളം ഒരു നഴ്സായിരുന്നു എന്നുള്ളതൊരു ഭയങ്കര ക്വസ്റ്റ്യനാണ്. പരിപാടികളൊക്കെ അറിയാം, പക്ഷെ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നതിനാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നത് പേഷ്യൻസിനോട് സംസാരിക്കുക എന്നുള്ളത്. അവിടെ ആങ്കറിങ് ആയിരുന്നു. അവിടെ പേഷ്യൻസിന് അപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലതായിട്ട് വർത്താനം പറയുന്ന കുട്ടി, വേറെ ശല്യങ്ങളൊന്നുമില്ല, ചറപറ സംസാരിക്കുക. അപ്പൊ അവര് ഭയങ്കര എൻജോയ് ചെയ്തത് സ്വീകരിക്കുമായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും ഒബ്വിയസ്ലി നമുക്ക് തന്നെ അറിയാം ഞാൻ ഈ പണിക്ക് പറ്റുന്ന ഒരാളല്ലെന്നുള്ള എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ആവറേജ് സ്റ്റുഡൻറ്. പക്ഷേ ടോട്ടൽ
ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെ, ഭയങ്കര കലാപരിപാടികളായിരുന്നു കോളേജിൽ. അപ്പം ഈ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് അവിടുത്തെ പേഷ്യൻസിനെ എന്റർടൈൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അതാണ് സത്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ തന്നെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞു, ജുവലെ മോളെ ഇത് നിനക്ക് പറ്റിയ പണിയല്ല. അയ്യോ, ഞാനത് അവരോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, മിസ് ഇത് എനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് പറ്റിയ പണിയല്ല. അപ്പൊ അവര് പറയും, ട്രൈ ചെയ്ത് നോക്കൂ, നീ പാസ്സാകുന്നുണ്ടല്ലോ, അപ്പൊ നിനക്ക് പറ്റുമായിരിക്കാം. അതായിരുന്നു പ്രശ്നം. കാരണം എന്റെ ക്ലാസ്സിൽ എത്ര പേര് ഫെയിൽ ആയാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അവസാനത്തെ പരീക്ഷ പാസ്സാവും. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിടും, ഇവളിങ്ങനെ തലയും കുത്തി നടന്നിട്ട് എങ്ങനെ ഈ കുട്ടി പാസ്സായി? അത് ഭയങ്കര ഒരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ അതെന്തോരം എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റത്തെ ഒരു 15 days നമുക്കൊരു സ്റ്റഡി ലീവ് കിട്ടില്ലേ, അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ച് ഞാൻ പാസ്. കോപ്പി അടിച്ചതല്ല, കോപ്പി അടിക്കാനുള്ള സ്കോപ്പ് ഒന്നും നഴ്സിംഗ് കോളേജിലില്ല, ഒന്നുമില്ല. അതിന് മുമ്പ് സ്കൂളിലൊക്കെ വെച്ച് നമ്മൾ അത്യാവശ്യം തക്കടി കിരീടൊക്കെ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം നമ്മൾ ഗ്രൂപ്പൊക്കെ കൂടി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോക്കൃത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോളേജിലൊന്നും നടക്കില്ല. അവിടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. അതും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയകളായിരുന്നു. അപ്പൊ കോപ്പിടി ഒന്നും നടക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോളേ, ടെമ്പറേച്ചർ എടുക്കാൻ അറിയാമോ? അറിയാം. ഞാനേ ഈ തെർമോമീറ്ററും കൊണ്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ ഈ ടെമ്പറേച്ചർ ഒക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഏത് ഭാഗത്താണ് ഈ ഡിഗ്രി കാണുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ അകത്ത് മെർക്കുറി ഉണ്ട്. മെർക്കുറി ഞാൻ ആലോചിക്കാറുണ്ട് മെർക്കുറി തന്നെയല്ലേ. ഞാൻ എടുത്തിട്ട് ഒരു 1-2 വർഷമായി. മെർക്കുറിയൊക്കെ മറന്നുപോയി, അതുവരെ മറന്നുപോയി. അപ്പൊ അത് നമ്മൾ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോ തന്നെ അത് കേറി ഒരു ലെവൽ എത്തിയിട്ടുണ്ടാവും. അതിങ്ങനെ നമ്മൾ ഐ ലെവലിൽ വെച്ച് നോക്കണം. അവിടെ ഇവിടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കറക്റ്റ് ഈ ഐ ലെവൽ ഉണ്ടല്ലോ, അവിടെ തന്നെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആ ലൈനിൽ കാണാൻ പറ്റും. ഓക്കെ, സമ്മതിച്ചു. പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യണ പോലെ ഇത് വൈവയോ അല്ല, എല്ലാം ഓർമ്മയുണ്ടോന്ന് നോക്കായിരുന്നു. ഇനി ഇൻ കേസ് പെട്ടെന്ന് ഒരാൾക്ക് ഒരു കുത്തിവെപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, എറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതോടെ കൊള്ളിക്കും. നിങ്ങൾ നഴ്സിംഗ് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. എറിഞ്ഞാണോ സിറിഞ്ച് കൊള്ളിക്കാറ്? അല്ലല്ല, ഞാനൊരു തമാശ നന്ദിനെ ആണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് എറിഞ്ഞൊരു കൊള്ളിക്കാന്നൊരു ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇത്രയും അകലം വെച്ചിരിക്കുന്നത്. ഇതറിയാമായിരുന്നു, ഇതെനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. ഓക്കെ, എന്താണെങ്കിലും നേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇല്ല, തർക്കമില്ല. അപ്പം പേഷ്യൻസ് എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് ആങ്കർ ആക്കിയത്? അല്ല, നമ്മൾ പറയില്ല, ഈ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ എനിക്ക് കിട്ടിയൊരു കച്ചിത്തുരുമ്പാണ് ആങ്കറിങ്. അതായത് എനിക്ക് അങ്ങനെയല്ല, നഴ്സിംഗിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും, അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം ഞാൻ എന്റെ ഏറ്റവും ചെറിയ പ്രായം മുതലേ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കായിരുന്നല്ലോ. അങ്ങനെയൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരുവിധം കുറച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള യാഥാസ്ഥിതിക കുടുംബങ്ങൾ, ക്രിസ്ത്യൻ കുടുംബങ്ങൾ ബേസിക്കലി, എൻ്റെ കുറേ ആൻറ്റിമാരും എല്ലാവരും ഇവിടെ US അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സ് നോക്കുമ്പോൾ ദാറ്റ്സ് എ ഗുഡ് ഫോർച്യൂൺ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാം, നല്ല ചെക്കന് കിട്ടും, അങ്ങനത്തെ തോട്ട്സ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഈ നഴ്സിംഗിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും തോട്ട്സിൽ. പക്ഷെ അൾട്ടിമേറ്റ്ലി ജനിച്ച കാലം മുതലേ നമ്മളൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ എല്ലാ പരിപാടിയും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വക പരിപാടികൾ. വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്? നാടകം എഴുത്ത്, നാടക സംവിധാനം, ഗ്രൂപ്പ് സോങ്, ഡാൻസ്, ഗ്രൂപ്പ് സോങ്. എന്താ ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ പരിപാടിക്കും ഒരു കലാകുസുമമായിരുന്നു. അതെ, അതിപ്പോ അങ്ങ് വിടർന്നു. കാരണം എന്റെ ഫാമിലിയിൽ കുറെ ഈ കലാസംബന്ധി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ ഡാഡി തിയേറ്റർ ഒക്കെ ചെയ്യുമായിരുന്നു. ഗ്രാൻഡ് പാരൻസിനൊക്കെ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെയാണ് വളർന്നു വന്നത്. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്ക് എനിക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഈ നഴ്സിംഗ് ക്ലാസ് അവിടെ യൂത്ത് ഫെസ്റ്റിവൽ ഒന്നുമില്ലേ? യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മുടെ റെഗുലർ കോളേജസ് പോലെ ആവില്ല ഒരിക്കലും, കുറച്ച് പ്രൊഫഷണൽ സൈഡ് ആവുമ്പോൾ. പിന്നെ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓരോ ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹാർട്ട് ഡേ ആയിരുന്നു, അതുപോലെ ട്യൂബർക്കുലോസിസ് ഡേ, ആ ഡേ ഈ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്യൂബർക്കുലോസിസ് ഡേയിലൊക്കെ നിങ്ങൾക്ക് കലാപരിപാടികളുണ്ട്, തെരുവ് നാടകം, അവയർനെസ് പ്രോഗ്രാം. അപ്പൊ ഞാനിങ്ങനെ ട്യൂബർക്കുലോസിസ് ഡേ ഡാൻസ് കളിക്കുന്നു. അല്ല, ഡാൻസിലൂടെ ആയാലും നമുക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഹെൽത്ത് പ്ലേ എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ പരിപാടികൾ, അപ്പൊ ഇതും പറഞ്ഞ് നമുക്ക് ഈ കലാപരിപാടികളുമായിട്ട് നടക്കാമല്ലേ. എന്റെ പ്രധാന ഒരു എയിം എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ട്, പ്രിൻസിപ്പലിന്റെ അടുത്ത് എപ്പോഴും ചെന്ന്, സിസ്റ്റർ ഈ മാസം നമുക്ക് ഇത്രയും ഡേറ്റ്സ് ഉണ്ട്, ഇന്നത് ആഘോഷിക്കണ്ടേ ഫണ്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയായിരുന്നു ഫുള്ള്. പിന്നെ ലാസ്റ്റ് ഇയറിൽ ചെയർപേഴ്സൺ ആയിരുന്നു. അങ്ങനെ എല്ലാം അവിടെ എല്ലാ സകല പരിപാടികളും. ഇതുവരെ സിനിമയിൽ നിന്ന് നേഴ്സ് ആകാനുള്ള ഓഫർ ഒന്നും കിട്ടിയില്ലേ?
എന്ന് വെച്ചാ സിനിമയിൽ ക്യാരക്ടർ നേഴ്സായിട്ട് ഇല്ലില്ല, അത് ഇതുവരെയൊന്നും വന്നില്ല. കിട്ടിയില്ല. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയും ഞാൻ കേട്ടില്ല. ഗെറ്റ് സെറ്റാറ്റോട് കൂടി നേഴ്സാക്കാൻ ആഗ്രഹം ഇല്ലല്ലേ? വേണ്ട. എന്തായാലും 4 വർഷം ആ വേഷം കെട്ടി. ഇനിയൊരു കുറച്ച് യൂണിഫോം ഒക്കെ ഇട്ട് നടക്കണം. നമ്മൾ ജോലിയും ചെയ്യണം, എല്ലാം ചെയ്യണം. സ്റ്റുഡന്റ് നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും ചെയ്യേണ്ടി വരും. ഈ എന്തിനാണ് ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിട്ടുള്ളത് കോളേജില് നഴ്സിംഗില് പഠിക്കുമ്പോൾ? എന്തിനാ കേൾക്കാത്ത ചോദിക്കോ? അവിടെ കുറെ കാര്യത്തിൽ ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം ഒന്നാമത് ഞാൻ കുറച്ച് എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന പൂച്ചക്കുട്ടി എന്നായിരുന്നില്ല. അപ്പൊ ഓബിയസ്ലി ഫ്രിക്ഷൻ ഉണ്ടാകും. പക്ഷെ എന്നെ ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ഈ കലാപരിപാടിയും അഭിനയവും ഇങ്ങനെ തുള്ളിച്ചാട്ട് നടക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് കാര്യച്ചിരി ബഹളക്കാരിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒന്നും. ഓക്കെ, പ്രതികരിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഉത്തോപ്യയിലെ രാജാവിലെ വെരി സിമിലർ ക്യാരക്ടർ ആയിരുന്നു. കാരണം ഉട്ടോപ്യയിലെ എനിക്ക് ഉമ്മയെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി തന്നെ എന്റെ കോളേജ് ലൈഫാണ്. അവിടെ ഞാൻ ഭയങ്കര ആക്ടിവിസ്റ്റ് ആയിരുന്നു കോളേജില്. അങ്ങനെ എന്താ പറയാ, ഇതുപോലെ വേഷം കിട്ടി അങ്ങനെ ലൈക്ക് ഇതുപോലത്തെ ഡ്രസ് ഇടാ, അങ്ങനെ ഭയങ്കര തിസീസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമുക്ക്. കോളേജിൽ എന്തിനായിരുന്നു ആക്ടിവിസം? എന്തായിരുന്നു വിഷയം? അവിടെ എന്തോരം വിഷയങ്ങളുണ്ട്. ഇപ്പൊ പൈപ്പിൽ വെള്ളം വരുന്നില്ല മുതൽ സകല വിഷയങ്ങൾക്ക് നമ്മൾ തന്നെ ഫ്രണ്ടിൽ പോകണം. പൈപ്പിൽ വെള്ളമില്ല, സമരമല്ല, നമ്മള് ചെന്ന് ചോദിക്കും, കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ അടുത്ത് എത്തുള്ളൂ. നമ്മളടുത്ത് ഭയങ്കര ലീഡറായിരുന്നു കോളേജിലത്തെ. ഇലക്ഷൻ നോക്കിക്കൂടായിരുന്നു ജോലി? എവിടെ? അവിടെയോ കോളേജിലോ? പൊതുവെ ആക്ച്വലി നമുക്ക് പൊളിറ്റിക്സിൽ ഒന്ന് കൈ വെക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഇല്ല. ആക്ടിവിസം ഒക്കെ താല്പര്യമുള്ള ഒരാൾക്ക് അതൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. ചെയ്യാമല്ലോ. നമ്മുടെ ഈ കുട്ടി ജനറേഷനിലെ നല്ല നല്ല ആക്ടിവിസ്റ്റുകളും നല്ല നല്ല വ്യൂസ് ഉള്ള ആൾക്കാരും എല്ലാം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. അപ്പൊ അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളെന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും വരണം. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയയില് വിശ്വാസം വേണം. ഏതെങ്കിലും ഒരു ഐഡിയ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐഡിയയില് നമുക്ക് വിശ്വാസം വേണം. നമ്മൾ ആ ഐഡിയക്ക് അനുസരിച്ച് വേണം പെരുമാറാൻ. അതെനിക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആവും, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഡൈജസ്റ്റ് ആവുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയൊരു സ്ഥാനമാനങ്ങൾ ഇല്ലാതെ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ ഐ എം ഓൾവേസ് റെഡി. സോ അത് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു കൈ ചെയ്യണത് വേറൊരു കൈ അറിയരുതെന്നാണ് പ്രമാണം. എന്ന് വെച്ചാൽ ചോദിക്കേണ്ട, അത് ഞാൻ ചോദിക്കാൻ പറ്റുമല്ലോ. അല്ല, ഓക്കെ, അങ്ങനെ തന്നെ, അതാണ് അതിന്റെ ഒരു പ്രമാണം. സോ അതിനുള്ള ദൈവം തരും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഉമാദേവിക്ക് പക്ഷേ അങ്ങനെ ചാടിച്ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളല്ലോ, വളരെ ഭയങ്കര ഗൗരവത്തിലായിരുന്നു. ആ സിനിമയിൽ ഞാൻ വളരെ അപൂർവമായിട്ട് ചിരിച്ചിട്ടുള്ളൂ. അതില് ഒരു കോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് മമ്മൂക്കയുടെ മുഖത്ത് നോക്കിയിട്ടൊരു ചിരി കൊടുക്കണത്. അപ്പൊ ആ സീൻ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കമൽ സാറിന്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, സാർ ഉമ്മ ആദ്യമായിട്ട് ചിരിച്ചു സാർ, ഇത്രയും നാൾ ഷൂട്ട് ചെയ്തിട്ട്. ഇതൊരു 1.5 months ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ആ ക്യാരക്ടർ ഒന്ന് ചിരിക്കണത്. കാരണം അത്രയും ഗൗരവത്തിലാണ് പുള്ളിക്കാരത്തി എല്ലാ കാര്യങ്ങളും. ഇയാളോട് ഒട്ടും ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. വിഷമമായില്ലേ ഈ ക്യാരക്ടർ? എനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ അതുവരെ സെറ്റിൽ ചിരിച്ചു കളിച്ച് ഓടി നടന്നിട്ട് പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴത്തേനും ഭയങ്കര ഗൗരവത്തില് അങ്ങനെ ഭയങ്കര മുഖമൊക്കെ പിടിച്ച് ചെയ്യണം. എനിക്ക് പല സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാതെ ചിരി വരും. പക്ഷെ നമ്മള് ഗൗരവം പിടിച്ചു നിൽക്കും. പക്ഷെ ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല ഈ എൻറ്റയർ ആക്ടിങ് പ്രോസസ്? അല്ലല്ല, തിയേറ്റർ ആക്ടിങ്ങും സിനിമ ആക്ടിങ്ങും രണ്ട് അറ്റത്താണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബേസിക്കലി ആങ്കറിങ് ചെയ്യുന്ന ഒരാള്, തിയേറ്ററൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇച്ചിരി എക്സ്ട്രോവേർട്ട് ആയിരിക്കും ക്യാമറയുടെ മുന്നിൽ. നമ്മൾ കുറച്ച് നമുക്കൊരു കൺട്രോൾ വരും. ഭയങ്കര ലൗഡാണ് നമ്മള്. പക്ഷെ ക്യാമറയിൽ എപ്പോഴും ഭയങ്കര സട്ടിലായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കാട്ടിക്കൂട്ടുന്ന പോലെ തോന്നും. അപ്പൊ എനിക്ക് ആ ലെസൺസ് ഒക്കെ മമ്മൂക്കാണ് ആക്ച്വലി പറഞ്ഞു തന്നിട്ടുള്ളത്. കോപ്രായം ഒന്നും കാണിക്കരുത്, ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി, അപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഓട്ടോമാറ്റിക്കലി ക്യാരക്ടർ വന്നോളും. അങ്ങനത്തെ ലെസൺസ് ഒക്കെ എനിക്ക് മമ്മൂക്ക പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് സീൻസ് ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയോ? ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഇംപ്രൂവൈസ് ചെയ്ത് തരും. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നതില് എനിക്ക് ഫ്രെയിം ഒന്നും ഞാൻ എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരാമെന്നും അറിയില്ല. അപ്പൊ നമുക്ക് ചെറിയ ടിപ്സ് ഒക്കെ ഇട്ട് തരും. ആ കൈ ഒന്ന് അങ്ങനെ പിടിക്കൂ, ഇങ്ങോട്ട് ചരിഞ്ഞു എന്ന് പറയൂ, അങ്ങനെ ചിക്കോ, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു തരും മമ്മൂക്ക. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മമ്മൂക്കവിടെ നമുക്ക് കുറച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മമ്മൂക്കയുടെ മുമ്പിൽ ആക്ട് ചെയ്യാൻ. പക്ഷെ പിന്നീട് എനിക്കത് ഭയങ്കര ധൈര്യമായി. മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, എന്തെങ്കിലും ഇട്ട് തരും, ടെൻഷനില്ല.
അപ്പൊ അതൊരു വലിയ സപ്പോർട്ടാണ്. ഓക്കെ, ജീവിതത്തിൽ ഫസ്റ്റ് സീൻ മമ്മൂക്കയെ കണ്ടപ്പോ എന്തായിരുന്നു? സീനിലല്ല, ഞാൻ പൂജയുടെ സമയത്താണ് കാണുന്നത്. അപ്പൊ പത്തേമാരിയുടെ പൂജയുടെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ സെറ്റിൽ വെച്ച് കാണുന്നത്. അപ്പൊ പൂജ ഇങ്ങനെ വിളക്ക് കൊളുത്താൻ ടൈം ആയപ്പോ തന്നെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്ക വന്നിട്ട് ഓടിച്ചിട്ട് എനിക്ക് ഈ സെറ്റൊന്നും അത്ര പരിചയമില്ല, എനിക്ക് ആരെ അറിയില്ല. അപ്പൊ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ മാറി ഇങ്ങനെ കറങ്ങി നിൽക്കുക. അപ്പൊ എന്നെ ഓടിച്ച് അങ്ങോട്ട് വിട്ടു. ഞാൻ ഓടി മമ്മൂക്കയുടെ അടുത്ത് നിന്ന് എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ നമ്മളൊരു എക്സ്പ്ലോഷന് മുമ്പുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓം ശാന്തി ഓമിനകത്തെ ദീപിക പദുക്കോണ്ടെ ഫുൾ ബട്ടർഫ്ലൈസ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ബാഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു ബാഗ്, ഒരു റെഡ് ബാഗ്. മമ്മൂക്ക പറഞ്ഞു ഇതിൻ്റെ അകത്ത് എനിക്കുള്ള എന്തെങ്കിലും ആണോ? അപ്പൊ എല്ലാവരും പെട്ടെന്ന് ചിരിച്ചു. അപ്പൊ ആ സിറ്റുവേഷൻ ലൈറ്റായി. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അടുത്ത് നിന്ന് ലൈക്ക് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഇതാണ്, നമ്മള് ഇച്ചിരി ടെൻസ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു തമാശ ഉണ്ടാക്കുവോളെ. അപ്പൊ എല്ലാരും പെട്ടെന്ന് ഒരു ലൈറ്റർ മൂഡിലേക്ക് വരും. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്ന മമ്മൂക്ക ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ വിചാരം അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, മമ്മൂക്ക കുറച്ച് ഗൗരവക്കാരനാണെന്ന്. പക്ഷെ ഗൗരവക്കാരനായിരിക്കാം അല്ലായിരിക്കാം, പക്ഷെ ആസ് എൻ ആക്ടർ ആ വർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരെയും കൊളീഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനിക്കുന്നതൊക്കെ കൊള്ളാം, ജോലി ചെയ്യുമ്പോൾ ഒരു കൊളീഗായിട്ട് കാണണം, എന്നാലേ നിനക്കത് അഭിനയിക്കാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഒരു വലിയ മനസ്സാണ്. നമ്മളങ്ങനെ അംഗീകരിക്കുന്നു, നമുക്ക് അതിനുള്ളൊരു സ്പേസ് തരണു, അതൊക്കെ ഒരു വലിയ മനസ്സാണ് നമുക്കാണ്. ഇനി ജുവലിന്റെ ഫസ്റ്റ് സീൻ, വെരി ഫസ്റ്റ് സീൻ പത്തേമാരിയാണ് ആദ്യം ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക അത് ആ ടൈമിൽ ഷൂട്ടിംഗ് ലൈക്ക് ഞാൻ റെഡി ആയിരിക്കുകയാണ്. പക്ഷെ എന്റെ ടേക്ക് വരുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞില്ല, ഒന്നും പ്രിപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല. ഞാനോട് വെറുതെ വർത്താനം പറഞ്ഞു. ഡയലോഗ് ഒന്നുമില്ല, കാരണം അതിലെ ഡയലോഗ് ഒന്നും ഇല്ല. ഞാൻ അതിലൊരു പശ്ചാത്തല ചിത്രമാണ്. സോ ആ സീനിൽ മമ്മൂക്ക ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സീൻ. അപ്പൊ ഞാനിങ്ങനെ തൂണിന്റെ പിറകിൽ നിന്ന് നോക്കണ വൈഫ് വീട്ടിൽ നിന്ന് അന്ന് പറഞ്ഞാൽ ആ ഷോട്ട് വെച്ചേക്കണ ഒരുപാട് ദൂരെയാണ് ക്യാമറ. സോ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ ജസ്റ്റ് കാണാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ഷോട്ട്. അപ്പൊ മമ്മൂക്ക അവിടെ നിന്ന് നടന്നു വരുന്നു, എവിടെയോ ഇരുന്ന് സലിമുക്ക ആക്ഷൻ പറയുന്നുണ്ട്, കട്ട് പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്നോട് ഓടി വന്നിട്ട് അസോസിയേറ്റ് സാർ പറഞ്ഞു, അവിടെ നിൽക്കൂ, ഈ തൂണിന്റെ പിറകിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി ബ്ലാങ്ക് ആയിപ്പോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ആകെ അയ്യോ എന്റെ ഷോട്ടോ എന്താണ് എനിക്കൊന്നും മനസ്സിലാവുള്ള, കാരണം ക്യാമറ ഒന്നും കാണാനേ ഇല്ല. ക്യാമറ ഞാൻ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ഞാൻ പോയി ആ തൂണിന്റെ പിറകിൽ നിന്നു, അവിടെ നിന്നു. അതായത് അവിടെ ആക്ഷൻ പറഞ്ഞു, മമ്മൂക്ക വന്നു, കട്ട് പറഞ്ഞു, ഞാൻ ഈ കട്ട് പറഞ്ഞിട്ട് കൊറേ കഴിഞ്ഞ് മമ്മൂക്ക അകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ തൂണിന്റെ പിറകിൽ നിൽക്കാം. മമ്മൂക്ക ആ കുട്ടീനോട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറയും. അവിടെ ബാക്കി എല്ലാവരും ചിരിക്കാണ്, ഞാൻ ആകെ ചമ്മി നശം. എനിക്ക് ആക്ച്വലി അപ്പോഴും എൻ്റെ പറന്നുപോയി കിളി തിരിച്ചു വന്നിട്ടില്ല, അതങ്ങനെ തന്നെ ഇരിക്കായിരുന്നു. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. ഫസ്റ്റ് ഡയലോഗ് കാരണം എനിക്കത് കറക്റ്റ് പറയാൻ പറ്റണില്ല. കാരണം സലീമിക്ക കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഡയലോഗിൽ എത്തിച്ചത്. അപ്പം അതിനു മുമ്പ് കുറേ അഭിനയിച്ചിരുന്നു. സോ അപ്പോഴേക്കും ഒരുവിധം ട്രാക്കിലായി. ആദ്യമൊക്കെ വെറുതെ പശ്ചാത്തലമായി അഭിനയിച്ചു, പിന്നെ ചില ശരീരഭാഗങ്ങൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇതിനകത്ത് പശ്ചാത്തലമേ ഉള്ളൂ എന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം എനിക്കത് മനസ്സിലായി, അതൊരു ഡയറക്ടറിന്റെ കഴിവാണ് നമ്മളെ ആ ക്യാരക്ടറിലേക്ക് പിടിച്ചിടാനുള്ള ഒരു സമയം. ഇപ്പൊ എന്നെ പോലെ ഒരു ഫ്രഷറിന്റെ അടുത്ത് വന്ന ആദ്യത്തെ ദിവസം തന്നെ അത്ര ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബബ്ബ അടിക്കുന്നുള്ളത് ഒരുപാട് ഇമോഷണലി പ്ലേ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. 25 years 42 years പിന്നെ ഒരു 10-60 വയസ്സ് വരെ പോകുന്നൊരു ക്യാരക്ടറാണത്. അത്രയും റേഞ്ചസില് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു താനും. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറെ ഡയമെൻഷൻസ് ആണ് അതിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സലീമൊക്കെ കുറച്ച് ടൈം എടുത്താണ് എന്നെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ചത്. ആദ്യം കുറെ സീനുകളിലൊക്കെ ഞാൻ വെറുതെ നിൽക്കുന്നു, ചിരിക്കുന്നു, നോക്കുന്നു, സാധനങ്ങൾ എടുക്കുന്നു, അങ്ങനെയൊക്കെ ബോഡി ലാംഗ്വേജിനുള്ള മാത്രം അഭിനയിക്കുകയായിരുന്നു. പിന്നെ ട്രാക്കിലായി, പിന്നെ നമുക്ക് ഡയലോഗ് തന്നപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പറയാനായിട്ട്. പിന്നെ അവിടെ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആ പടത്തിൽ. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സലീമിക്ക എന്തെങ്കിലും ഉപദേശങ്ങളോ ക്ലാസ്സസോ ലെസൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സലീമിക്ക കുറേ ലെസൺസ് തന്നിട്ടുണ്ട് എനിക്ക്. ഈ ഏജ് വേരിയേഷൻസ് ഉള്ളതുകൊണ്ടും പിന്നെ ഇത് 1980s എൻ്റെ ചെറുപ്പകാലമുള്ള
ഗെറ്റപ്പ്, അതിൽ കുറച്ച് പ്ലേയിങ് ഉണ്ട് അതിൽ. അപ്പോൾ പഴയ അംബിക, ജലജ ഇവരുടെയൊക്കെ മൂവീസ് കാണണം. ആക്ടിങ് നോക്കരുത് എന്ന് പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ മൂവി വളരെ റിയലിസ്റ്റിക് ആണ്. അന്നത്തെ കാലത്ത് ആക്ടിങ്ങില് അതൊരു വേറെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആണ്. സോ നമ്മുടെ പടത്തിൽ കുറച്ചുകൂടെ സറ്റിൽ ആയിരിക്കണം എല്ലാം. ആ സറ്റിൽ എന്നുള്ള വാക്ക് ഇവരാരും പറഞ്ഞിട്ടില്ല, പക്ഷെ റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു. സോ അപ്പൊ ഞാൻ ഈ പടങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗെറ്റപ്പ്, അവരുടെ നടപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ആ ഒരു ഫാഷൻ, അത് എന്തായാലും ഓബിയസ്ലി എല്ലാ പെണ്ണുങ്ങൾക്കും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ സാരി ഉടുത്ത് ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്റ്റെഫി എന്ന് പറഞ്ഞിട്ട്. അവളുടെ വീട് തൃശ്ശൂരിലാണ്. ഒരു ചെറിയ വീടൊക്കെയാണ് അവരുടെ. അപ്പോൾ ഈ ഞങ്ങളുടെ പടത്തിലുള്ള പോലെ തന്നെ ഓടിട്ടൊരു വീടും വരാന്തയും അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. അവിടെ പോയി ഞാൻ സാരി ഉടുത്ത് ഒരാഴ്ച ജീവിച്ചു. അവരുടെ കിച്ചണിലൊക്കെ കയറി അടുപ്പിലൊക്കെ ഊതി എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് ജീവിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ലൈക്ക് ഈ സാരി ഉടുത്ത് നടക്കുമ്പോ ഇങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവണം ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടി. അപ്പൊ അത് ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഈ സാരി ഉടുത്തോണ്ട് ഈ ജോലി ചെയ്യുക, ബസ്സിൽ കയറുക, ഇതൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്, ഭയങ്കര പാടാണോ? ഭയങ്കര പാടാണ്. അതില് ഞാൻ ഒബ്സർവ് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സാരി കൊടുത്ത് നടക്കുന്ന ഒരു വീട്ടമ്മ, അവര് സാരി ഉടുത്ത് നടക്കണം അല്ലെങ്കിൽ അവര് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊക്കെ ഇപ്പൊ സാരി ഉടുത്താ ചെയ്യാം. അവരുടേതായിട്ടുള്ള ചില മാനറിസംസ് ഉണ്ട്. ഞാൻ സാരിയൊക്കെ ഉടുത്ത പിന്നെ ഞാൻ ഇങ്ങനെ നടക്കും. അപ്പൊ ഞാനത് ഒബ്സർവ് ചെയ്തിരുന്നു. കാരണം അവര് സാരി എങ്ങനെ എടുത്ത് കുത്തും, സാരിയുടെ തലപ്പുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ചില സീനുകളൊക്കെ ചെയ്ത് കഴിയുമ്പോ അതില് നല്ല നാച്ചുറാലിറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സലിമുക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വന്തമായിട്ട് കയ്യിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ, നമ്മൾ കുഞ്ഞു കുഞ്ഞു കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും, പക്ഷെ ഇറ്റ് ആഡ്സ് എ ബ്യൂട്ടി. അപ്പൊ അതിനുള്ളൊരു എഫേർട്ട് നമ്മൾ എടുത്തിരുന്നു. സലിമുക്ക ആസ് എ ഡയറക്ടർ, വെരി പാഷനറ്റ് ഡയറക്ടർ, വെരി പാഷനറ്റ് ഡയറക്ടർ. ഈ പടത്തിനെ പറ്റി സലിമുക്കയോട് നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കിയാൽ സലിമുക്കയുടെ കണ്ണിൽ നമുക്ക് ആ ഫയർ കാണാൻ പറ്റും. കാരണം അത്രയും നാളത്തെ റിസർച്ച് ഒരു വ്രതം പോലെയാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഓഡിയോ ലോഞ്ചിൽ കാണുമ്പോൾ സലിമുക്ക താടിയൊക്കെ വളർത്തി നിൽക്കുന്നു. അപ്പം ഞാൻ എന്താ എന്ത് പറ്റി സലിമുക്കയ്ക്ക് ഇച്ചിരി ഡീഗ്ലാമറൈസ്ഡ് റോളാണല്ലോ എന്ന് ഞാൻ ഓർത്ത്. ഒരു ആങ്കറിനോട് സംസാരിക്കുമ്പോൾ നാക്കുളുക്കുന്നു. അപ്പോ അങ്ങനെ ഒരു വ്രതമൊക്കെ എടുത്തിരിക്കുന്ന പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു സലിമുക്ക ഇതെന്താവല്ലോ വ്രതമാണോ? ആണ്. റിലീസ് ആവണോ എങ്ങനെയാണ്? റിലീസായി കഴിഞ്ഞിട്ടേ താടി പഠിക്കുള്ളൂ എന്നുള്ളൊരു, കാരണം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ റെയർലി വി കുഡ് സി. അത്രയും റിസർച്ച് നടത്തുക. ഇതില് ഖോർഫക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പഴയ ജോഗ്രഫി. അപ്പൊ അവിടെയൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട്, അടയാളപ്പാറ, അപ്പൊ അങ്ങനത്തെ ഭയങ്കര കുറെ സാധനങ്ങളൊക്കെ ഇതൊക്കെ സലിമുക്ക തന്നെ പോയി കണ്ടുപിടിച്ച് ഇത് അതായത് ഈ പത്തേമാരിൽ പണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ളവരുടെ ലൈഫ് സ്റ്റോറികൾ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കുറെ കപ്പലല്ലേ ഉരു നമ്മുടെ ഗഫൂർക്ക ദോസ്ത് ആ സാധനം. അയ്യോ, അന്ന് അത് ഗഫൂർക്ക ദോസ്ത് നമ്മൾ തമാശയായിട്ട് പറഞ്ഞെങ്കിലും പത്തേമാരിയിൽ അത് സീരിയസ് ആയിട്ട്. കാരണം ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന് ഇങ്ങനെ പോയ ആൾക്കാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതായത് കുറെ പേര് ഇതുപോലത്തെ പഴയ അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പൊ അവരുടെയൊക്കെ ഓരോരുത്തരുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 1 മാസം 2 മാസമൊക്കെ, ഇത് ഇവർ പോകുമ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് എത്തും. അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുക. ഇത്രയും ആൾക്കാർക്ക് ഇതൊക്കെ തീർന്നു പോകും, പലരും മരിക്കും, പല അസുഖങ്ങളും പിടിപെടും. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒബ്വിയസ്ലി ഒരു പ്രിക്കോഷൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഇവര് വെള്ളത്തിൽ ചാടി നീന്തിയാണ് കയറുക. ഇതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ആ പോയിന്റിൽ വന്ന് ഇറങ്ങിയിട്ട് ഷാർജയിലേക്ക് നടന്നാണ് വന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള റിയൽ ലൈഫിലെ കുറെ സാധനങ്ങൾ, പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ഹെവി ഒരു എന്താ വാട്ട് യു കോൾ ദിസ് സ്റ്റൈൽ ഓഫ് ഫിലിം? ഈ ഫിലിമിന്റെ സ്റ്റൈലിനെ കുറിച്ചൊന്നും എനിക്ക് അത്രയും നോളജ് ഇല്ല, പക്ഷെ ഐ കൻ സേ സംതിങ്. നമ്മുടെ മമ്മൂക്ക ഇപ്പോ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഗൾഫുകാരന്റെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റോ ഒരു മിഠായിയോ കഴിക്കാത്ത ഒരു മലയാളിയല്ല, അങ്ങനത്തെ ഒരു മലയാളി ഉണ്ടാവില്ല. എല്ലാവരും കഴിച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ അധ്വാനത്തിന്റെ ഒരു ഫ്രൂട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അതായത് എല്ലാ വീട്ടിലും മെജോറിറ്റി വീടുകളും ഒരു ഗൾഫുകാരൻ മിനിമം കാണും. സോ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കഥയാണിത്. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് അറിയാത്ത കഥകളുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ഈ മൂവിയിലുണ്ട്.
അതായത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഗൾഫിൽ നിന്ന് അവര് സ്പ്രേ കൊണ്ടുവരുന്നു, ഡ്രസ്സ് കൊണ്ടുവരുന്നു, നമ്മൾ ആ കളർഫുൾ അത് മാത്രമേ കാണുന്നുള്ളൂ. അവരൊരിക്കലും അവരുടെ ആ ബിറ്റർ ട്രൂത്ത് ആ സൈഡ് നമുക്ക് കാണിച്ചു തരത്തില്ല. പക്ഷെ അതെന്താണെന്നുള്ളത് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗൾഫുകാരന്റെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. സലീമിക്ക എന്ത് പറ്റി ഗൾഫുകാരുടെ ഒരു ലൈഫ് എടുക്കാൻ കാര്യം? അതെനിക്കറിയില്ല. സലിമിക്ക് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ല. മേ ബി കുറെ വർഷങ്ങളുടെ ഒരു തോട്ടായിരിക്കാം. ഒരുപാട് വർഷങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാണ് ഇതിനു വേണ്ടിയിട്ട്. അങ്ങനത്തെ വളരെ പാഷനേറ്റ് ആയിട്ട് സലിമൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പത്തേമാരി. ആൻഡ് സലീമിക്ക മാത്രമല്ല, അതിനകത്ത് എല്ലാവരും നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. എല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫർ മധു അമ്പാട്ട് സർ, റസൂൽ പൂക്കുട്ടി, മമ്മൂക്ക, പട്നം റഷീദ്, ഇറ്റ്സ് എ ബിഗ് ടീം. അതിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LKG സ്റ്റുഡന്റ് സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇറ്റ് ഈസ് ഹ്യൂജ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അടുത്തിടെ അടുത്തിടെന്നല്ല, ചിലപ്പോൾ കുറെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു എൻട്രി വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ആയിരിക്കാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ജുവലിന് ടെൻഷൻ ഉണ്ടോ? സിനിമ ഇറങ്ങാൻ പോണ തന്നെയാണ്. അല്ല, പൊതുവെ എന്നോട് സംസാരിക്കുന്ന ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല. സാരമില്ല, ടെൻഷൻ അടുപ്പിക്കാൻ പോവാ കേട്ടോ. ചോദ്യോത്തര പങ്ക്തി ആയിരിക്കും. ചോദ്യോത്തരം ഉണ്ട്. പക്ഷെ അതിപ്പോ ചോദ്യോത്തരമല്ല. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല്, പത്തേമാരിയും ഉത്തോപിയയിലെ രാജാവും 2 സിനിമകൾ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, ആയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് 2 അഭിനയിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് അഭിനയിക്കാൻ അതെ, നന്നായിട്ട് അഭിനയിച്ചൊക്കെ പഠിച്ചോ? കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? സലീമിക്കയും കമൽ സാറും ഒക്കെ പഠിപ്പിച്ചത് നന്നായിട്ട് പഠിച്ചോ? പാസ്സാകുമോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോ നോക്കും. മാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. സ്ക്രീൻ ടെസ്റ്റ് ആണ്. സ്ക്രീൻ ടെസ്റ്റ് ഡബ് സ്മാഷ് ചെയ്തിട്ടില്ലേ? യെസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഡയലോഗ് തരും, അതിനനുസരിച്ച് ലിപ്പ് മൂവ് ചെയ്യുക, എക്സ്പ്രഷൻസ് വാരിക്കോരി. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കൂടുതൽ ചെയ്താലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അതെ, ജുവലിന്റെ അങ്ങനെ കൂടുതൽ എക്സ്പ്രസീവ് ആകണം എന്നുള്ള ആഗ്രഹം ഇതോടെ നമ്മൾ തീർത്തു എക്സ്പ്രസീവ്നെസ്സിന്റെ വെറുത്ത് പോരുത്. എക്സ്പ്രസ് എല്ലാം ഇട്ടോ, അറിയാവുന്ന എല്ലാം ഇട്ടോ. 10-15 നവരസമൊക്കെ കിട്ടും. രസങ്ങൾ, നവരസം വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിന്റെ റൂൾ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കേൾപ്പിക്കും, അത് പഠിക്കുക. ഞാനായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ. ഞാൻ പഠിപ്പിച്ചു തരും, ഞാൻ ക്ലാപ്പ് ചെയ്യും, ടേക്ക് ഒക്കെ പറയും. ആദ്യത്തെ ടേക്കിന് ഓക്കെ ആകുകയാണെങ്കിൽ 50 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ടേക്കിന് ഓക്കെ ആണെങ്കിൽ 30 മാർക്ക് കിട്ടും. അത് ഞാൻ ഏറ്റവും അവസരം പറയാം. മൂന്നാമത്തെ ടേക്കിന് ഓക്കെ ആണെങ്കിൽ 10 മാർക്കേ കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ ടേക്കിന് ഓക്കെ ആയില്ലെങ്കിൽ കുട്ടി ഇല്ല, കുട്ടിയെ പറഞ്ഞു വിടും. ഇത്രയേ ഉള്ളൂ. ഈ സിനിമയിൽ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ കേക്കാം, ഡയലോഗ് കേക്കാം. നിമിഷങ്ങൾക്കകം ജീവവായുവിന് വേണ്ടി നീയൊക്കെ പിഴയുമ്പോ ഞാൻ ഈ ദ്വീപ് വിടും. നിമിഷങ്ങൾക്കകം ഞാൻ ഇതൊരു ഗ്യാസ് ചേമ്പറാണ്. ഒരിറ്റു ജീവവായുവിന് വേണ്ടി നീയൊക്കെ പിടയുമ്പോ ഒരു 3 ഹ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. ഞാൻ ഈ ദ്വീപ് വിടും. ഒന്നുകൂടെ കേൾപ്പിക്കോ? നിമിഷങ്ങൾക്കകം ഞാനിതൊരു ഗ്യാസ് ചേമ്പറാണ്. ഒരിറ്റു ജീവവായുവിന് വേണ്ടി നീയൊക്കെ പിഴയുമ്പോ ഞാൻ വിടും. അങ്ങനെ ഒരു സാധനം. ജുവലിനുള്ളിലെ ആ വില്ലത്തിയെ നമ്മൾ ആവാഹിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഡയലോഗിലൂടെ. ക്രൂരത മുഴുവനും ഇങ്ങനെ പോരട്ടെ. ഓക്കെ, ജുവലിനുള്ളിൽ ക്രൂരയുണ്ടെന്ന് എല്ലാവരെയും നമുക്കൊന്ന് അറിയിക്കണം. ഓക്കെ, റെഡി അല്ലേ? 3 ടേക്ക്. ഫസ്റ്റ് ടേക്ക്. ടേക്ക് 1, ആക്ഷൻ. നിമിഷങ്ങൾക്കകം ഞാനിതൊരു ഗ്യാസ് ചേമ്പറാണ്. ഒരിറ്റു ജീവവായുവിന് വേണ്ടി നീയൊക്കെ പിഴയുമ്പോ ഞാൻ ഈ ദ്വീപ് വിടും. എനിക്ക് സത്യം പറഞ്ഞ ഇത് കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ഇച്ചിരി ചിരി ഇങ്ങനെ പൊട്ടി വന്നു. പക്ഷെ തകർത്ത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും കണ്ടൊക്കെ. ജുവലിനുള്ളിൽ ഒരു വില്ലത്തി ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. സത്യം പറ, ജുവലിനൊരു ക്രൂരഭാവമില്ലേ? അങ്ങനെയല്ല, നമ്മളൊരു ആക്ട്രസ് ആവണം എന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റ ഡയമെൻഷനിൽ ചിന്തിക്കരുത്. എല്ലാ ഡയമെൻഷൻസിൽ കൂടെ പോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം.
ഈ ഡയമെൻഷൻ കൂടെ സാധാരണ ജുവൽ നടക്കാറുണ്ടോ? ന്യൂറോസിസിൽ നിന്ന് സൈക്കോസിസിലേക്ക് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ എന്താ പറയാ, എനിക്ക് അത്ര അടുപ്പമുള്ളവർ മാത്രമേ എന്റെ ആ ഒരു സൈക്കോസിന്റെ അവസ്ഥാന്തരങ്ങൾ കണ്ടു ഞെട്ടിയിട്ടുള്ളൂ. മിസ്റ്റർ ജിംസൺ ഇതുവരെ അത് കണ്ടോ? ജെൻസൺ അത് കാണാറുണ്ട്. പുള്ളിയുടെ അവസ്ഥാന്തരങ്ങൾ ഞാനും കാണാറുണ്ട്. അപ്പൊ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഇതാണ്. എന്താണ് ജുവലിൽ ജെൻസൺ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ജെൻസൺ ചേട്ടൻ വന്ന് ജുവലേ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ഫ്രണ്ട്ലി ടോക്കിനിടയ്ക്ക് ആ ഒരു സബ്ജക്ട് കയറി വന്നപ്പോ രണ്ടുപേർക്കും തോന്നി ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാമായിരിക്കും. അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. ഒരു ഗുമ്മില്ലാത്ത ലവ് സ്റ്റോറി. അല്ല സത്യമായിട്ട് അല്ല, സംഭവിച്ചത് ഇതാണ്. കാരണം ഞങ്ങള് നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ലൈക്ക് ഒരേപോലെ ചിന്തിക്കുന്ന രണ്ടാൾക്കാർ അത്രേ ഉണ്ടായിരുന്നു. ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, പുള്ളിയുടെ ഉള്ളിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അങ്ങനെ എന്താ പറയാ പ്രപ്പോസൽ അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കണ്ണും തമ്മിൽ ഇല്ല, എപ്പോഴെപ്പോഴും കാണലും അങ്ങനെയൊന്നും അല്ല. ഞങ്ങള് വാട്സപ്പ് പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്, സാധാരണ പോലെയല്ല. പക്ഷേ അപ്പൊ അങ്ങനെ ചിന്തിച്ചു വന്നപ്പോ ഞങ്ങക്ക് തോന്നി കല്യാണം കഴിച്ചാലോ നന്നായിരിക്കുമോ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല പാർട്ട്നേഴ്സ് ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സീരിയസ് അല്ലാത്ത തോട്ട്സ് ആണ് നമ്മൾ വലിച്ചു നീട്ടി ഭയങ്കര ഡ്രാമ അങ്ങനെയൊക്കെ പോവുക, ഭയങ്കര എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് പോവുക. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ടൈമിൽ എന്തോ ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള ഒരു മെച്യൂരിറ്റി വന്ന കാലം രണ്ടും കൽപ്പിച്ച് പോയി വീട്ടിൽ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു, ജെൻസന്റെ വീട്ടിൽ പോയി അവിടെയും പറഞ്ഞു. അങ്ങനെ ഇവര് നമ്മൾ ഫോണിൽ സംസാരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, ഞങ്ങൾ വിട്ടുപോയി. പിന്നെ നമ്മൾ ഈ എക്സ്പ്രസ് ട്രെയിൻ പോണ പോലെയായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്ക്. ഒരിക്കലും. കാരണം പാരന്റ്സ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങള് പാരലലി അപ്പുറം മാറിയിരുന്ന് ഫോണിൽ സംസാരിക്കും. അപ്പൊ ഞാൻ അവര് ഡേറ്റ് ഒക്കെ പറയണു, അവർ അത് പറയണു, ഇത് പറയണു, കൈത് പോയി എല്ലാം തരിപ്പിച്ചു, എല്ലാ അതിന്റെ പ്രൈവസി എല്ലാം പോയി. അവര് സംസാരിച്ചോടുകൂടി അവര് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയി രണ്ട് ഫാമിലി. എങ്ങനെ പൊതുവെ ജെൻസൺ ചേട്ടൻ എങ്ങനെയാ ആള് എന്താ വിളിക്കുന്നേ? ജെൻസു എന്നാണോ? അത് ഞാൻ പറയില്ല, സീക്രട്ട്. അത് ഞാൻ പറയില്ല, അത് ഞാൻ പറഞ്ഞ എല്ലാരും അങ്ങനെ വിളിക്കും. അപ്പൊ അതിന്റെ പ്രൈവസി പോകും. എന്താ വിളിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒരേ പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്, അതുകൊണ്ട് അത് പറയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മു വല്ലതാണോ വിളിക്കുന്നത്? അമ്മു ചേട്ടാ, അമ്മു മോളെ, ഒരേ പേരാണ് രണ്ടുപേരും വിളിക്കുന്നത്. വീട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ അവർക്ക് തന്നെ അത് ഭയങ്കര കോമഡിയാണ്. എന്റെ അനിയനെ എപ്പോഴും ഞങ്ങളെ കളിയാക്കും. ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേനും എനിക്കങ്ങോട്ട് ഇറിറ്റേറ്റ് ആവും. ഇവര് വല്ല LKG ക്ലാസ്സിലാണ് പഠിക്കണേ, പോയേ. അവൻ പറയണത് കല്യാണം കഴിച്ചാൽ ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കണം, ചെക്കനെ അറിയില്ല അതിന്റെ സംഭവങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ പറയണം, നീ പെണ്ണ് കെട്ടിക്കഴിയുമ്പോ കണ്ടോ, നീ ഇതിലും ഭയങ്കര ആയിരിക്കും, നീ കണ്ടോ. സോ അതൊരു സ്പെഷ്യൽ നെയിമാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പേരാ വിളിക്കുന്നത്. ശരി, ഞാൻ ചോദിക്കുന്നില്ല. ആദ്യമായിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്ന ഗിഫ്റ്റ് എന്താണ്? അയ്യോ, എനിക്ക് തന്ന ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. വീട്ടിൽ രണ്ടിടി കൊടുത്തോ? ഐ ഗസ് എനിക്ക് തോന്നുന്നത് അതൊരു പെർഫ്യൂം ആയിരുന്നു എന്നാണ്. എനിക്ക് കുറെ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഹി ലവ്സ് പെർഫ്യൂംസ്, പല ബ്രാൻഡുകളൊക്കെ. ഞാൻ വിചാരിച്ചു ചിലപ്പോ അടുത്തൂടെ വന്നപ്പോൾ അത് പറയുമ്പോ എല്ലാവരും ചിന്തിക്കാല്ലോ. പക്ഷെ അങ്ങനെയല്ല, ജെൻസൺ ബേസിക്കലി ഒരു ബ്രാൻഡ് കോൺഷ്യസ്, ഭയങ്കര ഇഷ്ടമാണ്. പല ഭയങ്കര വലിയ കനമുള്ള പേരുള്ള സാധനമൊക്കെ എനിക്ക് മേടിച്ചു തരും. ഞാൻ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളാണ്. ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് അങ്ങനെ ഗുണമുണ്ടായാൽ മതി. ഇപ്പൊ ബ്രാൻഡ് ഒന്നും നന്നാവണം അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആളിങ്ങനത്തെ വാച്ച് മേടിച്ചു തരും, ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എല്ലാം ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങള്, കപ്പില് ഫോട്ടോ പതിച്ചത്, പിന്നെ ബുക്ക് നിറച്ച് എഴുതിയൊക്കെ കുറെ വട്ട് പരിപാടികളൊക്കെ പല സാധനങ്ങൾ തുറന്നു നോക്കുമ്പോ തന്നെ ആള് ബോധിച്ചു അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ ഇച്ചിരി വട്ടമുള്ള ആളാണ്. പക്ഷെ ആള് ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരനാണ്. ഈ സെറ്റിലൊക്കെ വരാറുണ്ടോ? ഇല്ല, വളരെ റെയറായിട്ട് വരാറുണ്ട്. ജെൻസൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റിൽ പോകുന്നത് നീ ഒരു ജോലി ചെയ്യാൻ പോകുന്നതാണ്, അവിടെ എല്ലാവരും വർക്ക് ചെയ്യാണ്.
അവിടെ വന്നിട്ട് നിന്റെ ഫാമിലി നിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനെ റെസ്പെക്ട് ചെയ്യുക, അവനവൻ്റെ ജോലി ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കണമെന്ന് പോലും നിർബന്ധമില്ല. സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റിലായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം, വീട്ടിലെ കാര്യമൊന്നും ഓർക്കരുത്, എന്നെ അങ്ങനെ മിസ് ചെയ്യണം, അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിലൊക്കെ. സ്ട്രിക്റ്റ് അല്ല, ആക്ച്വലി ഭയങ്കര ലക്കിയാണ്. എത്ര പേര് അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ നീ അവിടെ പോകണം, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ, അങ്ങനത്തെ ബിക്കോസ് ഹീസ് എ പ്രൊഡ്യൂസർ, ഒരു ഷോ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പോൾ അറിയാം എങ്ങനെയായിരിക്കും ബിഹൈൻഡ് ദ ക്യാമറ ക്രൂ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ജെൻസിന് നന്നായിട്ട് അറിയാം. സോ അതിൻ്റെ ഒരു റെസ്പെക്ട് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ജെൻസിനിൽ നിന്നാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇവരൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. ബേസിക്കലി ക്യാമറയുടെ മുന്നിൽ ചെയ്യണവർ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ജെൻസൺ പറഞ്ഞ പിന്നെ എനിക്ക് എല്ലാവരോടും ഇച്ചിരി ബഹുമാനം കൂടി. അവർ ചെയ്യണ വർക്കിന്റെ ഒരു റിഫ്ലക്ഷനിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ അതാണ് ആൾക്കാർ കാണുന്നത്, അത്രേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഇപ്പം കുറച്ചും കൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും വിചാരം ഈ ഡയറക്ടർ ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുണ്ട്, അല്ലാതെ ബാക്കിയുള്ളവരൊന്നും ആരും അറിയത്തും ഇല്ല, കാണത്തും ഇല്ല, അവർക്കൊന്നും യാതൊരു വില നമ്മൾ കൊടുക്കാറില്ല. ഇപ്പൊ ഞങ്ങളുടെ പത്തേമാരിൽ തന്നെ ഞാനത് ശരിക്കും കണ്ട് പല സമയത്തും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ബീച്ചിന്റെ സൈഡിലാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്ന വീട്. പല സമയത്തും പെട്ടെന്ന് മഴ വരുമ്പോൾ ഒരു കടയുണ്ട്, ഒരു പഴയ സെറ്റപ്പിൽ ഒരു കടയൊക്കെ ചെയ്തിട്ടുണ്ട് ആർട്ട് ടീം. അപ്പോൾ ഈ കട മഴ അടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ക്യാമറ ലൈറ്റ്സ് എല്ലാം എടുത്ത് പൊക്കി ഓടണം. അതായത് ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കെട്ടിടങ്ങളോ അങ്ങനെ സ്റ്റോറേജിനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ എടുത്ത് ഇവര് ചെരുപ്പ് പോലും ഇടാതെ പലരും ഈ മണലിക്കൂടെ പൂഴിമണ്ണിക്കൂടെ ഒക്കെ ഈ സാധനമൊക്കെ പൊക്കി വലിച്ച് ഓടണൊക്കെ ഞാൻ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഈവൻ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പോലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സിനിമ ചെയ്യും. അതിലൊക്കെ അവരെ നമ്മൾ ശരിക്കും നമിച്ചു പോകും. എനിക്ക് യൂഷ്വലി ഏറ്റവും വിഷമം തോന്നുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കാര്യം. പാവങ്ങള് എന്തുമാത്രം കഷ്ടപ്പെടുന്നത്, അങ്ങ് ഓടി ചിലപ്പോ സെയിം ഡ്രസ് തന്നെ 3-4 ദിവസമൊക്കെ നമ്മൾ കാണാൻ പറ്റും പല സെറ്റിലൊക്കെ നമുക്ക് ചെന്ന് കഴിയുമ്പോഴേ. അവരെയൊക്കെ ഈ നിമിഷം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്മരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്ന ഗിഫ്റ്റ് എന്താണ്? അയ്യോ എനിക്ക് തന്ന ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ചേട്ടാ വീട്ടിൽ വരുമ്പോ 2 ഇടി കൊടുത്തോ? ഐ ഗസ് എനിക്ക് തോന്നുന്നത് അതൊരു പെർഫ്യൂം ആയിരുന്നു എന്നാണ്. എനിക്ക് കുറെ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഹി ലവ്സ് പെർഫ്യൂംസ്, പല ബ്രാൻഡുകളൊക്കെ. ഞാൻ വിചാരിച്ചു ചിലപ്പോ അടുത്തൂടെ വന്നപ്പോൾ അത് പറയുമ്പോ എല്ലാവരും ചിന്തിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, ജെൻസൺ ബേസിക്കലി ഒരു ബ്രാൻഡ് കോൺഷ്യസ്, ഭയങ്കര ഇഷ്ടമാണ്. പല ഭയങ്കര വലിയ കനമുള്ള പേരുള്ള സാധനമൊക്കെ എനിക്ക് മേടിച്ചു തരും. ഞാൻ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളാണ്. ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് അങ്ങനെ ഗുണമുണ്ടായാൽ മതി. ഇപ്പൊ ബ്രാൻഡ് ഒന്നും നന്നാവണം അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആളിങ്ങനത്തെ വാച്ച് മേടിച്ചു തരും, അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എല്ലാം ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങള്, കപ്പില് ഫോട്ടോ പതിച്ചത്, പിന്നെ ബുക്ക് നിറച്ച് എഴുതിയൊക്കെ കുറെ വട്ട് പരിപാടികളൊക്കെ പല സാധനങ്ങൾ തുറന്നു നോക്കുമ്പോ തന്നെ ആള് ബോധിച്ചു അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ ഇച്ചിരി വട്ടമുള്ള ആളാണ്. പക്ഷെ ആള് ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരനാണ്. ഈ സെറ്റിലൊക്കെ വരാറുണ്ടോ? ഇല്ല, വളരെ റെയറായിട്ട് വരാറുണ്ട്. ജെൻസൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റിൽ പോകുന്നത് നീ ഒരു ജോലി ചെയ്യാൻ പോകുന്നതാണ്. അവിടെ എല്ലാവരും വർക്ക് ചെയ്യാണ്. അവിടെ വന്നിട്ട് നിന്റെ ഫാമിലി നിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനെ റെസ്പെക്ട് ചെയ്യുക, അവനവൻ്റെ ജോലി ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കണമെന്ന് പോലും നിർബന്ധമില്ല. സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റിലായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം, വീട്ടിലെ കാര്യമൊന്നും ഓർക്കരുത്, എന്നെ അങ്ങനെ മിസ് ചെയ്യണം, അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിലൊക്കെ. സ്ട്രിക്റ്റ് അല്ല, ആക്ച്വലി ഭയങ്കര ലക്കിയാണ്. എത്ര പേര് അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ നീ അവിടെ പോകണം, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ, അങ്ങനത്തെ ബിക്കോസ് ഹീസ് എ പ്രൊഡ്യൂസർ, ഒരു ഷോ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പോൾ അറിയാം എങ്ങനെയായിരിക്കും ബിഹൈൻഡ് ദ ക്യാമറ ക്രൂ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ജെൻസിന് നന്നായിട്ട് അറിയാം. സോ അതിൻ്റെ ഒരു റെസ്പെക്ട് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ജെൻസണിൽ നിന്നാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇവരൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. ബേസിക്കലി ക്യാമറയുടെ മുന്നിൽ ചെയ്യണവർ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ജെൻസൺ പറഞ്ഞ പിന്നെ എനിക്ക് എല്ലാവരോടും ഇച്ചിരി ബഹുമാനം കൂടി. അവർ ചെയ്യണ വർക്കിന്റെ ഒരു റിഫ്ലക്ഷനിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ അതാണ് ആൾക്കാർ കാണുന്നത്, അത്രേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഇപ്പം കുറച്ചും കൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും വിചാരം ഈ ഡയറക്ടർ ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുണ്ട്, അല്ലാതെ ബാക്കിയുള്ളവരൊന്നും ആരും അറിയത്തും ഇല്ല, കാണത്തും ഇല്ല, അവർക്കൊന്നും യാതൊരു
വില നമ്മൾ കൊടുക്കാറില്ല. ഇപ്പൊ ഞങ്ങളുടെ പത്തേമാരിൽ തന്നെ ഞാനത് ശരിക്കും കണ്ട് പല സമയത്തും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ബീച്ചിന്റെ സൈഡിലാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്ന വീട്. പല സമയത്തും പെട്ടെന്ന് മഴ വരുമ്പോൾ ഒരു കടയുണ്ട്, ഒരു പഴയ സെറ്റപ്പിൽ ഒരു കടയൊക്കെ ചെയ്തിട്ടുണ്ട് ആർട്ട് ടീം. അപ്പൊ ഈ കട മഴ അടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ക്യാമറ ലൈറ്റ്സ് എല്ലാം എടുത്ത് പൊക്കി ഓടണം. അതായത് ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കെട്ടിടങ്ങളോ അങ്ങനെ സ്റ്റോറേജിനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ എടുത്ത് ഇവര് ചെരുപ്പ് പോലും ഇടാതെ പലരും ഈ മണലിക്കൂടെ മണ്ണിക്കൂടെ ഒക്കെ സാധനമൊക്കെ പൊക്കി വലിച്ച് ഓടണൊക്കെ ഞാൻ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഈവൻ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പോലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സിനിമ ചെയ്യാൻ. അതിലൊക്കെ അവരെ നമ്മൾ ശരിക്കും നമിച്ചു പോകും. എനിക്ക് യൂഷ്വലി ഏറ്റവും വിഷമം തോന്നുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കാര്യം. പാവങ്ങള് എന്തുമാത്രം കഷ്ടപ്പെടുന്നത്, അങ്ങ് ഓടി ചിലപ്പോ സെയിം ഡ്രസ് തന്നെ 3-4 ദിവസമൊക്കെ നമ്മൾ കാണാൻ പറ്റും പല സെറ്റിലൊക്കെ നമുക്ക് ചെന്ന് കഴിയുമ്പോഴേ. അപ്പൊ അവരെയൊക്കെ ഈ നിമിഷം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്മരിച്ചിരിക്കുന്നു. തോപ്പിയിലെ രാജാവിന്റെ സെറ്റ് കുറച്ചും കൂടെ ഒരു ലൈറ്റർ സെറ്റായിരുന്നോ, ലൈറ്റർ മോഡായിരുന്നു? ആ ലൈറ്റർ മോഡായിരുന്നു. കാരണം ഒന്ന് കമൽ സാറാണ് അവിടുത്തെ ഏറ്റവും യങ് ആയിട്ടുള്ള ആള്. ഭയങ്കര യൂത്ത്ഫുൾ സ്പിരിറ്റ് ആണ്. നമ്മളെ എന്താ പറയാ, രാവിലെ സാറിന് നമ്മൾ കാണുന്ന നിമിഷം മുതൽ ലാസ്റ്റ് പാക്കപ്പ് പറയണ വരെ സാറിന്റെ ശബ്ദം തന്നെ കേട്ടോണ്ടിരിക്കും. ഒരു മൈക്കുണ്ട്, ആളത് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. തമാശ സീനുകളൊക്കെ വരുമ്പോ സാറ് തന്നെ അവിടെ നിന്ന് എണീറ്റ് വന്ന് അഭിനയിക്കും. എല്ലായിടത്തും ഓടി നടന്ന് അങ്ങനെ ഭയങ്കര ഒരു അഭിനയിച്ച് കാണിക്കും. ഭയങ്കര സാർ നല്ല രസമായിട്ട് ചെയ്ത് കാണിക്കും. നമ്മൾ തന്നെ സാറിന്റെ ടൈമിങ് പലപ്പോഴും ചിലർക്ക് മാച്ച് ചെയ്യില്ല. അപ്പൊ സാറിന് വീണ്ടും വീണ്ടും കാണിക്കും. ചിലപ്പോ പെട്ടെന്ന് കയ്യെ പിടിച്ചൊക്കെ വെച്ച് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യും. അങ്ങനെ സാറ് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വിഗ്രസ് എനർജി ഉള്ള ഒരാളാണ്. ആ എനർജിയാണ് സത്യം പറഞ്ഞാൽ ആ സെറ്റ് മുഴുവൻ ഇങ്ങനെ രാവിലെ തുടങ്ങി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഫുൾ ടൈം സാറിന്റെ എനർജിയിലാണ് ആ സെറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരാളാണ് കമൽ സാർ. പിന്നെ നീൽ ഡിക്കുഞ്ഞായിരുന്നു ക്യാമറ. അറിയാം, എന്താ പറയാ, ആള് വളരെ യൂത്ത്ഫുൾ ആണ്. സോ എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു ബേസിക്കലി. ഈ ടീമിലേക്ക് വന്നപ്പോൾ എഡിറ്റേഴ്സ് ആയാലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും വളരെ യങ് ആണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്നവരിൽ കുറെ യങ്ങും ഉണ്ട്, കുറെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർക്കും ഭയങ്കര യൂത്ത്ഫുൾ മൈൻഡാണ്. മൊത്തത്തിൽ ഭയങ്കര തമാശയൊക്കെ ഉള്ള ഒരു സെറ്റായിരുന്നു യുട്ടോപ്പിയ. ഇപ്പൊ കട്ട് പറഞ്ഞ് ആ ഷോട്ട് കഴിഞ്ഞാലും അടുത്ത ഷോട്ട് വരയ്ക്കും എല്ലാവരും ചിരിയായിരിക്കും, ഭയങ്കര ചിരിയായിരിക്കും. കമൽ സർ വഴക്കൊക്കെ പറയോ? വളരെ അപൂർവമായിട്ട് മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ സാറിന് ദേഷ്യം വരില്ലേ? സാറിന് ദേഷ്യം വന്ന് കണ്ടിട്ടേ ഇല്ല. ഇടയ്ക്കെപ്പോഴും മമ്മൂക്കൊക്കെ ഒരു ക്രൗഡഡ് സീനായിരുന്നു. അപ്പൊ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ മമ്മൂക്കൊക്കെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് തോന്നി. ഇപ്പൊ കമൽ സാർ ആദ്യമായി വയലന്റ് ആയി കണ്ടു. അല്ലാത്ത പക്ഷം കമൽ സാർ ഒന്ന് മുഖം കറപ്പിച്ച ഒരാളോട് ഒന്നും പറയണം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ച് വളരെ പേഷ്യൻസിലാണ് സാർ ചെയ്യുക. എത്ര ടേക്ക് വന്നാലും സാറിന് മുഷിയില്ല. ഞാൻ തന്നെ പലപ്പോഴും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എടുത്ത് ഇത്ര ടേക്ക് ഒക്കെ ആകുമ്പോൾ ഞാൻ എത്ര ടേക്ക് വരെ പോയിട്ടുണ്ട്? ഒരു 10-14 ടേക്ക്. 14 എനിക്ക് തോന്നുന്നത് പത്തേമാരിയിലായിരുന്നു. പക്ഷെ ഇതിൽ അത്രയും പോയിട്ടില്ല. റെക്കോർഡ് 14 എൻ്റെ ഒരു വിശ്വാസം. 14 വെരി ഗുഡ്. നമുക്ക് അത് തകർക്കണം കേട്ടോ. അത് പത്തേമാരിയിലാണ് ഒരു ഷോട്ടില് ഒരു കിണറ്റിന്ന് വെള്ളം കുറഞ്ഞൊരു ഷോട്ടാണ്. അപ്പൊ സാറ് കുറെ ദൂരെയാണ്, ക്യാമറയും കുറെ ദൂരെയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ കിണറ്റിന്ന് വെള്ളം കോരി വരുമ്പോൾ ഈ കയർ കാരണം എന്റെ മുഖത്തിന്റെ ഓരോ വശം വെച്ച് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ തൊട്ടി താഴേക്ക് ഇടുന്ന ടൈമിങ് ശരിയാവണില്ല. ഇത് തന്നെ എടുത്തെടുത്ത് നമ്മുടെ സലിമുക്ക് അവസാനം എഴുതിട്ട് കോരി. അല്ല, കിണർ ആർട്ടിന്റെ കിണറായിരുന്നു. പിന്നെ സലിമുക്ക് അവിടെ നിന്ന് എണീറ്റ് വന്ന് പറഞ്ഞൊക്കെ തന്ന് പിന്നെ ശരി പഠിച്ചു. അത് ഈ കിണറ്റിന്ന് വെള്ളം ഒരു വലിയ ശീലം ഇല്ലാത്തോണ്ടായിരിക്കും. അത് ഭയങ്കര പാടായിരുന്നു എനിക്കും അറിയാം. ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ മുഖം കാണിക്കാനുള്ളൊരു പാട് ഭയങ്കര. ഈ സമയത്ത് നമുക്ക് എന്തും അറിയാന്ന് പറഞ്ഞാൽ ആരും ചെക്കാനൊന്നും പോകുന്നില്ലല്ലോ, എല്ലാം അറിയാം. ഡയലോഗോ ഏറ്റവും കഷ്ടപ്പെട്ടത് ഏതാ? അത് ഉട്ടോപ്പിയലാന്ന് തോന്നുന്നത്. ഉട്ടോപ്പിയയില് പല ഡയലോഗ്സും നല്ല നീളൻ ഡയലോഗ്സ് ഉണ്ട്. പലതും മമ്മൂക്കയുടെ മുഖത്ത് നോക്കി വളരെ ഗൗരവത്തിൽ പറയേണ്ടതുണ്ട്. മമ്മൂക്കയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ പകുതി കോൺഫിഡൻസ് പോകും. പിന്നെ ഡയലോഗിന്റെ നീളം കാരണം ബാക്കിയുള്ള കോൺഫിഡൻസ് പോകും. പിന്നെ നമ്മൾ തോന്നിക്കൽ പഞ്ചായത്തിലെ അരികളൊക്കെ ഇങ്ങനെ പെറുക്കി നമ്മൾ എത്ര പഠിച്ച് ഫുൾ എനിക്ക് കാണാതെ പഠിച്ചു വെക്കും ഞാൻ ഡയലോഗ്. പ്രോംപ്റ്റിംഗ് ട്രൈ ചെയ്തില്ലേ? ആ പ്രോംപ്റ്റിംഗ് എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് എന്റെ ശ്രദ്ധ പോകും. അപ്പൊ എനിക്ക് ആ ക്യാരക്ടർ വിട്ടുപോകും. അതിലും ഭേദം ഞാനത് പഠിച്ച് പ്രിപ്പയർ ആയി ചെയ്യണം. പക്ഷെ എത്ര പഠിച്ച് പ്രിപ്പയർ ആയി ചെയ്താലും മമ്മൂക്കയെ കാണുമ്പോൾ എന്റെ കാറ്റ് പോകും. പിന്നെ എനിക്ക് ഭയങ്കര പാടാണ്. അമ്മക്ക് എന്നോട് സഹിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടി ഒരു കാര്യം ചെയ്യും, അവിടെ പോയി കുറച്ച് നടന്നിട്ടോ,
ശരി പോയിട്ടോ. അതെയോ? അയ്യോ, ഹൗ സ്വീറ്റ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യും, ആ സമയം വരെ വെയിറ്റ് ചെയ്യും ആള്. അല്ലെങ്കിൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് കണ്ണിലൊക്കെ നോക്കി കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് അഡാപ്റ്റ് ആവുമല്ലോ. അപ്പൊ ആ ഒരു ടൈമൊക്കെ നമുക്ക് ശരിക്കും തരും. ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഈ മമ്മൂക്കയെ അടുത്ത് കാണാൻ ആപ്പിൾ പോലെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടാണോ? നല്ല സുന്ദരൻ, ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല ശരിക്കും. കാരണം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ എന്തെങ്കിലും നെഗറ്റീവ്സ് പറയാമോ. ഞാൻ പറയും, നിങ്ങൾ ആരും മമ്മൂക്കയുടെ അടുത്ത് വന്ന് നിന്നാൽ ആ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു വ്യക്തി നടന്നു വരുമ്പോൾ തന്നെ അതിനൊരു ഗ്രേഷ്യസ് അങ്ങനത്തെ ഒരു ഫീലാണ്. നമ്മൾക്ക് പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു ഒറ്റ മുഖത്ത് മാത്രം നമ്മൾ എല്ലാവരും ഇങ്ങനെ നോക്കി അതിപ്പോ ആര് കണ്ടാലും അങ്ങനെ തന്നെയാണ്. ഐ ഡോണ്ട് നോ, ഇനിയിപ്പം സ്ക്രീനിൽ കാണുന്നതാണോ അതോ ശരിക്കും ഇത്രയും ഗ്ലാമർ ആണോ? ശരിക്കും ഗ്ലാമർ ആണ്. മലയാള സിനിമയിൽ ഏറ്റവും ഗ്ലാമർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇത്രയും കാലങ്ങൾക്ക് ശേഷവും മമ്മൂക്ക ഇസ് മമ്മൂക്ക. അതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ല, ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതങ്ങനെയാണ്. നമ്മൾ ആ ആളെ അടുത്ത് കണ്ടു കഴിയുമ്പോൾ ആ ഉള്ളിന്ന് പറഞ്ഞ ആ ഒരു റേഡിയൻസ്, അതൊരു ഇമ്മൻസ് സോർട്ട് ഓഫ് എനർജിയാണ്. നമുക്ക് അതുമായിട്ട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചില ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോകും, കട്ട് പറയാനായിട്ട് ഡയറക്ടർക്ക് തോന്നത്തില്ല. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? മമ്മൂക്ക ഞാൻ പത്തേമാരിയിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സീനുകളൊക്കെ. പല സീനുകളിലും അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സിനിമ അല്ല ലൈക്ക് ആ ഷൂട്ടിംഗ് കാണാണ്, മമ്മൂക്ക അവിടെ ഇരുന്ന് ആക്ട് ചെയ്യണു, ഇവിടെ മോണിറ്റർ. അപ്പൊ ഇതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുന്നതിന്റെ ഒരു 10 times ഈ മോണിറ്ററിൽ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ നോക്കിയിട്ടുണ്ട്. അതായത് മോണിറ്ററിൽ അതേ ടൈമില് കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് അവിടെ ഇരുന്ന് അഭിനയിക്കുകയാണ്. പക്ഷെ അവിടെ ചെയ്യാത്ത എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും. അതെങ്ങനെ ആ ഒരു മാജിക് ഒക്കെ കാണിക്കണമെന്ന് അറിയില്ല. ഞാൻ നമുക്കടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, ഇങ്ങനെ തക്കത്തിന് കിട്ടിയപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ നൈസായിട്ട് ചോദിച്ചു, മമ്മൂക്ക ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു, ഇതെങ്ങനെയാണ് ഈ മാജിക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ആക്ട് ചെയ്യാൻ വേണ്ടി കോപ്രായൊന്നും കാണിക്കലല്ല അഭിനയം. അതായത് ഇപ്പോൾ ഒരാൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഒരാളുടെ ഉള്ളിൽ ശരിക്കും ജെനുവിൻലി സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് നോക്കി അറിയാം. അതാണ് നാച്ചുറൽ ആക്ടിങ്. ആ ഫീലിംഗ് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളണു എന്നുള്ളതാണ് നാച്ചുറൽ ആക്ടിങ്. അതൊക്കെ എനിക്ക് ബിഗ് ലെസൺസ് ആയിട്ട്. എന്നെ വേറെ ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അതൊക്കെ പറഞ്ഞു തന്നു. പറയട്ടെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലേ, ഏറ്റവും കൂടുതൽ ജോലി പറഞ്ഞ വാക്ക് ഏതാണെന്ന് മമ്മൂക്ക. എനിക്കറിയില്ല, 2 സിനിമ എൻ്റെ ആദ്യത്തെ 2 സിനിമ തന്നെ മമ്മൂക്കയുടെ കൂടെ ചെയ്തത് കൊണ്ടായിരിക്കാം. പേഴ്സണലി ഹ്യൂജ് ഫാൻ ആയി പോകും ആരായിരുന്നു. ഇത് ഈ സിനിമയിൽ കൂടെ അഭിനയിക്കുന്നതിന് മുമ്പേ ഇത്രയും ഹ്യൂജ് ഫാൻ ആയിരുന്നു, അതോ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഫാനായി മലനടിച്ചങ്ങ് വീണതാണോ? ഇപ്പൊ ഞാൻ മമ്മൂക്കയുടെ പഴയ സിനിമകളൊക്കെ കാണുന്ന ഒരാളാണ്. മമ്മൂക്കൻ എപ്പോഴും പറയും കാണരുത് പുതിയ സിനിമകൾ. പണ്ട് എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നത് എനിക്കറിയില്ല മമ്മൂക്ക എന്താ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ റേഞ്ച് മൃഗയ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ മൃഗയ ഫുള്ള് സിനിമ ഇരുന്ന് കണ്ടു. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നത്തെ ആ ഒരു ഇതില്. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ ആ കാലഘട്ടത്തിലെ സിനിമകൾ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ള 2 ആൾക്കാരാണ്. പിന്നെ പേഴ്സണലി കണ്ടു, ഇത്രയും അടുത്ത് അഭിനയിക്കാനും പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കൂടെ കിട്ടിയതോടുകൂടി ഫ്ലാറ്റ് ആയി പോയി. അത്രേ ഉള്ളൂ. അതുകൂടി എനിക്കൊന്നും പറയാനില്ല. ഞാനപ്പോ ലാലേട്ടനെ പറ്റിയിട്ട് ചോദിച്ചാൽ, ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് ഒരിക്കൽ പോലും കണ്ടില്ല. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സാരമില്ല, അടുത്ത ലാലേട്ടന്റെ കൂടെ കിട്ടിയാ ചെയ്യാം. കിട്ടട്ടെ, ഉറപ്പായിട്ടും കിട്ടും. നാവ് പൊന്നായിരിക്കട്ടെ, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, കിട്ടിയ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എന്ത് തരും? വിളിക്കാം, എന്നെ വിളിച്ചെങ്കിലും പറയണം. ഓക്കെ, അപ്പൊ ലാലേട്ടാ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യണം ജുവലിനെ. എടുത്തേക്കോ, നന്നായിട്ട് പറ. പ്ലീസ് എടുക്കണം, അല്ലെങ്കിൽ നടക്കണോ? ഞാൻ പറഞ്ഞു പോയതാ, പ്ലീസ് എടുക്കണം കേട്ടോ. ഓക്കെ, നന്ദിനിയുടെ വാക്കിട്ട് ലാലേട്ടൻ വിളിക്കട്ടെ. ജുവല് തന്നെയാണോ ഈ സിനിമയ്ക്കകത്തൊക്കെ ഡബ് ചെയ്യുന്നത്? ഡബ് ചെയ്ത ഞാൻ തന്നെ. ഡബിങ് ഭയങ്കര കഷ്ടമല്ലേ? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബേസിക്കലി പത്തേമാരിയിലായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടിയത്. കാരണം 3 ഏജ് വേരിയേഷൻസ്. ഇതിനു മുമ്പ് ഡബ് ചെയ്തിട്ടുണ്ടോ? ആഡ് ഫിലിമിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആഡ് ഫിലിമിന്റെ ഡബിങ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മള് പരസ്യം പറയാണല്ലോ, അപ്പൊ വേറൊരു സ്റ്റൈലാണ്. അപ്പൊ അത് ഇച്ചിരി വ്യത്യാസമാണ്. പക്ഷെ സിനിമയിലെ ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആക്ട് ചെയ്ത അതേ മൂഡിൽ വരണം, ഒരു ആംബിയൻസും ഒന്നും ഇല്ലാതെ. അപ്പൊ അതെനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. പിന്നെ സലിമുക്ക നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നു. അവിടെ അഭിനയിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ
എൻ്റെ അറിവിൽ ആ ഫീല് കിട്ടില്ല, വെറുതെ പറയണ പോലെ തോന്നും. ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും ഡബ് ചെയ്യാനായിട്ട്? അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഡബ് ചെയ്യണമെന്ന്. പിന്നെ മമ്മൂക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് നിനക്ക് ട്രൈ ചെയ്തൂടെ എന്നിങ്ങനെ ചോദിച്ചു. സോ ദർ ഇസ് എ ഹോപ്പ്. മമ്മൂക്കൊക്കെ ഒരു വിശ്വാസം. പക്ഷെ ചലഞ്ചിങ് ആകുമെന്ന് അറിയാമായിരുന്നു. ബേസിക്കലി എന്റെ സൗണ്ട് ഓൾറെഡി ആൾക്കാർക്ക് അറിയാം. അപ്പോ ഒരു സൗണ്ട് വന്നാല് മിസ്മാച്ച് ആവോ എന്നുള്ളൊരു ഇത്. അപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്ത് സലിമുക്ക വാസ് ഓക്കെ. എല്ലാം കഴിഞ്ഞിങ്ങനെ നോക്കും. അപ്പൊ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ. ശരി, അപ്പൊ ഞാനൊരു പരസ്യവാചകം തരാൻ പോവാണ്. പരസ്യം പറയുന്ന പോലെ പറയണം. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ്സ് എ ചാറ്റ് പവർഡ് ബൈ കാംലാരി പ്രസന്റഡ് ബൈ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ. കുറെ ഉണ്ടല്ലോ, കുറച്ച് കൂടി പോയല്ലേ. ശരി, എങ്കിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ്സ് എ ചാറ്റ് പവർഡ് ബൈ കാംലാരി പ്രസന്റഡ് ബൈ ഓൺമി. ഓക്കെ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗെറ്റ്സ് എ ചാറ്റ് പവർഡ് ബൈ കാംലാരി പ്രസന്റഡ് ബൈ ഓൺമി. ഇങ്ങനെയല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ്സ് എ ചാറ്റ്. ചിരിച്ചോണ്ട് പറയണം, പരസ്യം പറയുന്ന പോലെ പറയണം. ഓക്കെ, പറഞ്ഞോളൂ. പ്രസന്റഡ് ബൈ ഓൺമി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗെറ്റ്സ് എ ചാറ്റ് പവർഡ് ബൈ കാംലാരി പ്രസന്റഡ് ബൈ ഓൺമി. കുഴപ്പമില്ല. പ്രൊഡ്യൂസർ അടുത്ത പരസ്യം പറയും. കുട്ടിയെ വിളിച്ചോളൂ. കുട്ടി കൊള്ളാം. എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പണ്ട് ആക്ടിവിസം ഒക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ്. സമരമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കോളേജിൽ അതിനുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ്. നമ്മൾ അതിനൊരു തീരുമാനം ഇവിടെ ഉണ്ടാകും. സമരം ചെയ്യുമ്പോൾ നമ്മളിവിടെ സമരം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എന്തിനു വേണ്ടി? ഈ ജുവലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാ? വൈറ്റ്. ഈ സെറ്റ് മുഴുവൻ വൈറ്റ് ആക്കാൻ നമ്മൾ സമരം ചെയ്യാം. ജുവല് സമരം ചെയ്യാൻ പോകണം. അപ്പൊ തുടങ്ങിക്കോളും. ഒരു ഇംഗ്ലീഷ് ചിന്താഗതി പോലെ മതി. ഇംഗ്ലീഷ് ചിന്താഗതി മാത്രം മതിയോ അതോ എന്തെങ്കിലും എന്തോടെ കേട്ടോ, കൈ എന്നിട്ടോ. ഈ സെറ്റ് മുഴുവൻ വൈറ്റ് ആക്കണം. അതാണ് ജുവലിന്റെ ആവശ്യം. ജുവലിന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജുവൽ പ്രതികരിക്കൂ. ഇതിനെപ്പറ്റി ഞാനിപ്പോ എന്ത് പ്രതികരിക്കുന്നോണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. പറയൂ, ഇതെന്താ ഇത്? വൈറ്റിന് എന്തൊരു ഭംഗിയാണുള്ളത്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? വൈറ്റ് വേണം. അതായത് കവി ഉദ്ദേശിക്കുന്നത് പ്രസംഗിക്കാനാണോ? ഞാൻ പറയാം. ഒരു 2 വരി പറയുക എന്താണ് ജ്വല്ല് വേണ്ടത്. 2 വരി നമ്മള് ഇംഗ്ലീഷ് വിളിക്കാം. ശ്രമിച്ചു നോക്കാം. എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത്രയും പവർഫുൾ ആയിരിക്കണം. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡ്യൂസർ കരയണം, ഇത് വൈറ്റ് അല്ലല്ലോ എന്ന് ഓർത്ത്. മിക്കവാറും ആരെങ്കിലും കുടുംബം വിളക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിത് പറഞ്ഞു. ഓക്കെ, പറയൂ, പ്രതികരിക്കൂ. ഉമാദേവി പുറത്തു വരട്ടെ. ഗെറ്റ്സ് എ ചാറ്റിന്റെ ഈ ഒരു നയങ്ങൾ ഇത് മാറ്റണം. കാരണം ചുവപ്പ് അത് ഒരു പ്രതിഷേധത്തിന്റെ കളറാണ്. ഇത്രയും നല്ലൊരു സെറ്റിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിക്കണമെന്നാണ് ഞാൻ ശക്തമായി ഊന്നി പറയുന്നത്. നമ്മൾ വെളുത്ത മനസ്സുള്ളവരിരുന്ന് സംസാരിക്കുമ്പോൾ ചുവപ്പിന് അവിടെ എന്താണ് സ്ഥാനം? ഈ ചുവന്ന നിറം തന്നെ ഒരു വയലൻസിന്റെ പ്രതീകമാണ്. ഇത്ര സമാധാനപരമായ ഒരു ചർച്ചയിലിരിക്കുമ്പോൾ ഈ ചുവന്ന നിറത്തിലുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ മാനസികമായിട്ടുള്ള എത്രയോ സമ്മർദ്ദങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിന്റെയും ഹൃദയവേദനയാണ് ഞാൻ പറയുന്നത്. ദയവേത് ഇതിന്റെ പ്രൊഡ്യൂസർ ബൂർഷാസ് നയങ്ങൾ അവസാനിപ്പിക്കുക. സമാധാനത്തിന് വെള്ളക്കുടി മാറിക്കും. പോളണ്ടിനെ തൊട്ട് കളിക്കരുത്. വെരി ഗുഡ്. ചെങ്കോടി അഴിപ്പിച്ചു. Once again, it's time for a break. Malabar Golden Diamond gets a chat powered by Kamlari, presented by Onmi Food Waste Disposal. ഒരു ചെറിയ ബ്രേക്ക്. ജുവലി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ? പഠിക്കാൻ അത്ര മിടിക്കൊന്നുമില്ല. സാരമില്ല. എനിക്ക് ജുവലിനോട് സംസാരിച്ചിട്ട് അത്യാവശ്യം വിവരമുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് വായിക്കും. എനിക്ക് പഠിക്കണ പുസ്തകം മാത്രമേ അലർജി ഉള്ളൂ. ബാക്കിയുള്ള എന്താ വായിക്കുന്നത്? വായിക്കും ഫിക്ഷൻ, നോവൽസ്. ആരാണ് ഫേവറേറ്റ് ഓഥർ? പാബ്ലോ കൊയ്ലോ. സത്യം എനിക്കിഷ്ടം. അത് ബേസിക്കലി ഐ ഡോണ്ട് സേ ദാറ്റ് ഹി ഈസ് ദ ബെസ്റ്റ് ഓഥർ അന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു 14 വയസ്സിൽ പ്രേമിച്ചു പോയതാണ് പാബ്ലോ കൊയ്ലോനെ. ആ പ്രേമം ഞാൻ ഉപേക്ഷിക്കില്ല. ആൽക്കമിസ്റ്റ് ഞാൻ വായിക്കണ ആ ഒരു ഏജിലാണ്. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ കയറി പറ്റി തകർത്ത് കളഞ്ഞു. ഈ വേറെ എനിക്ക് ബാക്കി ഒരുപാട് പുസ്തകങ്ങളിൽ എനിക്ക് ഒബ്ജക്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന് തന്നെ. ബട്ട് സ്റ്റിൽ ഓഥർ ചോദിച്ചു കഴിഞ്ഞാൽ പാബ്ലോ കൊയ്ലോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. ഞാൻ ആൽക്കമിസ്റ്റ് വായിച്ചു തുടങ്ങി, ഞാൻ അത് തീർത്തില്ല കേട്ടോ. ഒരാടിനെയും കൊണ്ടൊരു മനുഷ്യനിങ്ങനെ പോയി
അതെങ്ങും എത്തുന്ന ഒരു ഇത് കണ്ടില്ല. പിന്നെ ഞാൻ ക്ഷമ വേണം, ക്ഷമ. അങ്ങനെ ഒരു ഗുണം വേണം അത് വായിച്ചു തീർക്കണമെങ്കിൽ. പക്ഷെ അത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. ആയിരിക്കാം കേട്ടോ. ആയിരിക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒന്നുകൂടെ വായിക്കാൻ അത് ഇപ്പൊ ഒന്നും വായിക്കരുത്. ലൈഫിൽ എപ്പോഴെങ്കിലും ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ അതെടുത്ത് വായിക്കണം. അപ്പൊ നമുക്കൊരു ട്രാക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മിന്നിച്ച് കിട്ടും. അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ പിന്നെ പൗലോ കൊയ്ലോ ഇസ് ദ മാൻ. അടുത്തത് ഞാൻ ഉറപ്പായിട്ടും വായിച്ചിരിക്കും. വായിച്ചിട്ട് ഞാൻ ഇൻസ്പയർ ആയാൽ ഞാൻ ജുവലിനെ അറിയിച്ചിരിക്കും. ഓക്കെ. ഇനി പക്ഷേ ഇതുപോലത്തെ ചോദ്യമൊന്നുമല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇനിയും ഭയങ്കര അതിഗംഭീരമായ ഭീകരമായ ചോദ്യങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. നമ്മുടെ ഇതിനകത്തെ ഉത്തോപ്യയിലെ രാജാവിനകത്തെ മറ്റേ പീരങ്കി വെള്ളം പോലത്തെ ആ സൈസ് ക്വസ്റ്റ്യൻ ആണോ? തീർച്ചയായിട്ടും വളരെയധികം. ശരിക്കും അത് ഒറിജിനൽ പീരങ്കിയായിരുന്നു. അത് ഏറ്റവും ഫോഴ്സ് കുറച്ച് അടിച്ചാൽ പോലും വന്ന് അടിക്കണ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും ചില ഷോട്ടിലൊക്കെ വെള്ളം വരുന്നത് കാണാൻ ഞാൻ തെറിച്ചപ്പുറം പോയി ഫ്രെയിമിൽ ഞാൻ തെറിച്ചു പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷേ ജുവലിനെ കണ്ടാൽ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നല്ലോ. വെറുതെ. അപ്പൊ ഞാനെങ്ങാനും ഞാൻ 3 കിലോമീറ്റർ ഞാൻ തൊട്ടപ്പുറത്തേക്കും പറഞ്ഞു വിടുന്നത്. അന്തിനെ കാണൂലായിരുന്നു. ഇച്ചിരി പാടാ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ നമുക്ക് നല്ലോണം വേദനയ്ക്കും അത് വന്ന് അടിക്കും. ജുവൽ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? അത്യാവശ്യം. യോഗ ഈസ് ബെറ്റർ. അതെയോ? ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശിശുവാണ്, പഠിച്ചോണ്ടിരിക്കാൻ. അത്രയൊന്നും ആയിട്ടില്ല. ലൈക്ക് എന്റേത് ഒരു ആസനം പറയൂ. മകരഭുജങ്കാസനം. ഞാൻ തിരിച്ചെടുത്തു, തൊഴുതിരിക്കുന്നു. എനിക്കറിയത്തില്ല, കാൽക്കൽ വീണു. അതെന്തോ വലിയൊരു. അത് ബേസിക്കലി ഞാൻ തുടങ്ങിയപ്പോ കർക്കിടകം ആ ടൈമാണ്. ആ ടൈമിൽ സൂര്യ നമസ്കാരം പഠിപ്പിക്കില്ല, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോ എടുക്കാത്തത്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഭയങ്കര റിലാക്സിങ് ആണ്. ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ യോഗയിലേക്ക് തിരിഞ്ഞത്. ഒന്നാമത്തെ ഇച്ചിരി വെപ്രാളം കൂടുതലുള്ളവരൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെടുത്ത് വെക്കും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, നടും വെട്ടി അവിടെ കിടക്കും. സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ യോഗ നമ്മളെ റിലാക്സ് ചെയ്യിപ്പിച്ച് അതിനൊരു ചിട്ടയുണ്ട്. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ ഇതിനു മുമ്പ് ജുവലിനെ കണ്ടതിനെക്കാട്ടിലും സ്ലിമ്മർ, ഫിറ്റർ ആൻഡ് ബെറ്റർ. ഇനി എന്നെ പറ്റി എന്തെങ്കിലും പറ. ഞാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് പറ. തീർച്ചയായിട്ടും സുന്ദരി ആണല്ലോ. അതിന് വലിയ മാറ്റമൊന്നും ഇല്ല. അന്ന് കാണുമ്പോഴും സുന്ദരിയാണ്, ഇപ്പൊ കാണുമ്പോഴും സുന്ദരിയാണ്. അത് കറക്റ്റ് ഡയലോഗാണ് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, പക്ഷെ ഞാൻ ഇനിയിപ്പോ ഈ തീർക്കും. അല്ല, ഞാൻ ഈ അടുത്ത് തന്നെ കുമ്പസാരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ചോദിച്ചു പോട്ടെ, സാരമില്ല. ഈ പറഞ്ഞതിന് ഉള്ള ശിക്ഷ ഞാൻ ചോദ്യശരങ്ങളായിട്ട് അങ്ങോട്ട് വിടും കേട്ടോ. ഓക്കെ. അപ്പം നേരത്തെ ഒരു 50 മാർക്കിന്റെ പരിപാടി നമ്മൾ എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് കിട്ടി. ഫുൾ മാർക്ക്. ഇനി ഒരു 50 മാർക്കും കൂടെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. 5 ചോദ്യങ്ങൾ ചോദിക്കും, 10 മാർക്ക് വീതം. പിന്നെ ബാക്കിയുള്ള സെലിബ്രിറ്റീസും എല്ലാവരും മാർക്കുകൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്നുമില്ല, മിനിമം പ്രിയാമണിയെക്കാട്ടിലും കൂടുതലെങ്കിലും മേടിക്കണം. മോശമല്ലേ? നമുക്ക് നോക്കാം എത്ര മാർക്ക് കിട്ടുമെന്ന്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഉത്തോപ്യ ആരുടെ ബുക്കിൽ നിന്നും ഉണ്ടായ പദമാണ്? സെയിന്റ് തോമസ് മോർ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, 10 പോയിന്റ്. മമ്മൂക്കയുടെ പേര് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഏതെങ്കിലും ഒരു 2 സിനിമയുടെ എങ്കിലും പേര് പറയും. ഒരെണ്ണം പറഞ്ഞാ പോരെ? 2. അംബേദ്കർ. പൊന്തമ്മാടക്ക് നാഷണൽ അവാർഡ് കിട്ടി. പൊന്തമ്മാട കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയായിരുന്നോ? കിട്ടുമോ? അംബേദ്കർ എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും ഒന്ന് പറ. പൊന്തമ്മാട അല്ലേ? ഞാൻ തകർന്നു. നമുക്ക് പണ്ട് സിനിമ ഗുണമുണ്ടായി. ഓക്കെ, അപ്പം 20 പോയിന്റ്. അടുത്ത ചോദ്യം, ഉത്തോപ്യയിലെ രാജാവ് എന്ന സിനിമയിലെ കഥയിലെ സ്ഥലത്തിന്റെ പേര്? കോക്രാങ്കര. അത് ഇതോടെ സ്ക്രിപ്റ്റ് റൈറ്റർ.
കോക്രാങ്കരയോ? ഞങ്ങളും എല്ലാരും ഭയങ്കര ചിരിയായിരുന്നു. കാരണം ഇത് 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നാക്കുളുക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു കൂട്ടുന്നത്. ക്രോക്കാങ്കര അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അല്ല, പുള്ളിക്കാരന് ഇങ്ങനൊരു പേരിടാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. ആ കഥ എഴുതിയത് തന്നെ വേറെ എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നിരിക്കണം. കാരണം അത്രയും രസമുള്ള സംഭവങ്ങളും എവിടെയും കേൾക്കാത്ത കുറെ പേരുകൾ, അതിൽ കുറെ പേരുകളുണ്ടല്ലോ. പിണ്ടാണി, തീക്കോയി, കോക്രാങ്കര. എന്റെ പേര് മാത്രമേ ഉള്ളൂ ചൊവ്വേ നേരമുള്ളൊരു പേരെന്ന് പറയുന്നത്. മമ്മൂക്കയുടെ പേര് സ്വതന്ത്രൻ. അങ്ങനെ കുറെ കോമഡി ആയിട്ടുള്ള പേരുകളാണ് അതിന്റെ അകത്ത് മൊത്തം. പക്ഷെ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കണം കേട്ടോ, ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം? ചിലപ്പം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് ഒരു തവള ഇരുന്ന് പോക്കറും വല്ലതും ആണോ? പറഞ്ഞാണോ? നീ അതിൽ നിന്ന് വല്ലതും ആണോ ഉണ്ടായിരിക്കും? ക്രിയേറ്റീവ് ആൾക്കാർ എവിടെ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുക്കുന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും. അടുത്ത 30 മാർക്ക് കിട്ടിയ ജെൻസിന്റെ വീട്ടുപേരെന്താണ്? ചെന്നിത്തല. ജെൻസിന് എന്താ പറയാറുള്ളത്? എന്താ ജുവലിനെ പറ്റിട്ട്? ജെൻസിനോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ജുവലിനെ പറ്റിട്ട് 2 വാക്കിൽ ഉത്തരം എഴുതുക. ദൈവാനുഗ്രഹമാണെന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെ ആദ്യം പോലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, പറഞ്ഞിട്ട് പിടിച്ചിടിക്കും. അങ്ങനെയാണ് പറയിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാം മനസ്സിലായി. ഇല്ല, എന്നോട് ആദ്യം പോലെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ഉള്ള ചെറിയ ചെറിയ ലൈറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം. വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. ഓക്കെ, അവസാനത്തെ ചോദ്യം. തീർന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഉത്തോപ്യയിലെ രാജാവിലെ ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, ആ മറ്റേ ഉത്തോപ്യയിലേക്ക് പോകാനുള്ള വഴി, ആ സാധനം, ആ പാലാവഴി അരുവിക്കരയിൽ എത്ര സ്ഥലങ്ങളുണ്ട്? ഏതാ ആ ഒരു ലൈൻ? തിരുവഞ്ചിരെത്തിയിട്ട് പാലാവഴി, പിണറായി ചെന്നിട്ട് കൊടിയേരി എണ്ണിക്കോ. ഓ, അങ്ങനെ എണ്ണി പറയാം. തിരുവഞ്ചിരെത്തിയിട്ട് പാലാവഴി, പിണറായി ചെന്നിട്ട് കൊടിയേരിയിലെത്തിയിട്ട്, തിരുവഞ്ചിരെത്തിയിട്ട് ചെന്നിത്തല. മുഴുവൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. 6. ഒരു 8 പിടിച്ചു. തെറ്റി. 6. നോ. 7. നോ. 5. ഞാനിവിടെ കാണും. 6. ഒരു തരം, 2 തരം. ഞാൻ 6 വരെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ പാവം കുട്ടി 6 വരെ പഠിച്ചിട്ടുള്ളൂ. സാരമില്ല. 6 പേരുകൾ എനിക്ക് ഓർമ്മയുള്ളൂ. ശരി, ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇത്രയും മാർക്ക് മേടിച്ചതല്ലേ, ഇനിയിപ്പോ 10 മാർക്ക് വേണ്ട. എനിക്ക് ഫുൾ മാർക്ക് കൊടുക്കുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള. എന്നാലും എത്ര എണ്ണം ഉണ്ട്? 12. ഓ, അത്ര ഉണ്ടല്ലേ? 12 ഉണ്ട്. അങ്ങനെ 10 മാർക്ക് നഷ്ടമായിരിക്കുകയാണ്. ആ, കുഴപ്പമില്ല. എനിക്ക് എക്സാമിന് എപ്പോഴും ഫുൾ മാർക്ക് കിട്ടുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. കിട്ടാത്തോണ്ട് പിന്നെ ഇഷ്ടമല്ല. പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ പേപ്പർ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പേപ്പർ കിട്ടുമ്പോ ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഇരിക്കുന്നവർക്ക് 45 കിട്ടിയിട്ടുണ്ടാവട്ടെ, എന്നിട്ടും 1/2 മാർക്കിന് വേണ്ടി പേപ്പർ പൊക്കി പിടിച്ച് പോണ കാണുമ്പോ എന്റെ പേപ്പറിലോട്ട് വെക്കുമ്പോ ഓ, ഒരു 6-7 മാർക്ക് കിട്ടിയാലും ജയിക്കൂല. അപ്പൊ നമ്മൾ അടച്ചവിടെ വെക്കും. ഈ സ്കൂളിൽ നമ്മൾ ചെറിയ ചെറിയ എക്സാം, ഈ ഓണം, ക്രിസ്മസ്, അതൊന്നും എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഫൈനൽ എക്സാം മാത്രമേ പഠിക്കുള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? ലാംഗ്വേജ്. മലയാളം, ഇംഗ്ലീഷ്. മലയാളം, ഇംഗ്ലീഷ് ആയിരുന്നു. അതിലെനിക്ക് ഫുൾ മാർക്കാ. അതില് ഒരു എന്നാലും ഒരു 1/2 മാർക്ക് കുറച്ച് പഠിക്കും. അപ്പൊ എന്റെ മമ്മി പറയും, ആകെപ്പാടെ പഠിക്കണത് ലാംഗ്വേജ് ആണ്, എന്നാ അതിലെങ്കിലും ഫുള്ള് കിട്ടും. 49 1/2 മാർക്ക് ഒരു ടീച്ചർ തരാറുണ്ട്. അത് മമ്മിയോട് പറഞ്ഞാൽ മതി. നമുക്കത് വിഷയമല്ല, നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. പരീക്ഷകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത്. അല്ല, എന്തുകൊണ്ട് റേഡിയോ നോക്കിയില്ല? ടൈം കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയി. ഞാൻ അതിന് മുമ്പ് ആങ്കറായി. കാരണം ഞാൻ നഴ്സിംഗിൽ നിന്ന് ഇറങ്ങി, ഒരു പഠിത്തം കഴിഞ്ഞിറങ്ങി അധികം താമസിയാതെ തന്നെ ഞാനൊരു ആങ്കറായി. ഒരു 2-3 മന്ത്സ് അത്രേ എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ എക്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കമ്പനി എന്നെ കണ്ടുപിടിച്ചു. അവരെന്നെ ഗ്രൂം ചെയ്തു. അല്ല, എന്റെ ചെറിയ പെർഫോമൻസുകൾ കണ്ടിട്ട് അവിടുന്ന് മിസ്റ്റർ ജി തോമസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് നല്ല ആങ്കർ ആവാനുള്ള കഴിവുണ്ട്. എന്നിട്ട് ജി ചേട്ടനാണ് എന്നെ ഗ്രൂം ചെയ്ത്. അവിടെ ഒരുപാട് ആങ്കേഴ്സിനെ ഗ്രൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ വന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ പഠിച്ച് ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ പഠിച്ചൊരു ഇപ്പൊ ഒരു 10-600 മുകളിൽ സ്റ്റേജ് ഷോസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ പടർന്ന് പന്തലിച്ച് വലിയൊരാളായി മാറി. അങ്ങനെയൊന്നും ഇല്ല, നമ്മളിപ്പോഴും അവസ്ഥയിലൊക്കെ തന്നെ. വലിയ ആളായി. പണ്ടേ വലിയ ആളായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ വലിയ ആളായി. MC-കളിൽ ആയിരിക്കാം, അറിയില്ല. കുഴപ്പമില്ല, എന്നെ കണ്ടു ഒരു ഇച്ചിരി താഴെ. ഓക്കെ, ശരി ഗുരു. അതെ. വേറൊരു കാര്യം,
MC-യിൽ ഇപ്പൊ ഇങ്ങനെ നിന്നാ മതി, എന്നെക്കാട്ടിലും വളരണ്ട. പക്ഷേ ആസ് എൻ ആക്ട്രസ് നമ്മുടെ മലയാളത്തിൽ മലയാളി ആക്ട്രസസിന്റെ ഒരു ഭയങ്കര ക്ഷാമമുണ്ട്, ഒത്തിരി ക്ഷാമമുണ്ട്. ഇപ്പം നമ്മള് അടുപ്പിച്ച് ഒരു 2 സിനിമ പോലും ആരെയും കാണാറില്ല, എല്ലാവരും ഇങ്ങനെ മാറി മാറി. അതുകൊണ്ട് ജുവലായിട്ട് ആ ഒരു കാര്യം ഏറ്റെടുക്കണം കേട്ടോ, പ്രതികരിക്കണം. പറ്റത്തില്ല, മലയാളി പെൺകുട്ടികൾ മതി നായികമാരായിട്ട്, എല്ലാത്തിലും കയറി അഭിനയിച്ചോ. പിന്നെ അതൊക്കെ ഒരു ദൈവഭാഗ്യമാണ്, വരട്ടെ, നല്ല റോളുകൾ വരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. നല്ല നല്ല ഒത്തിരി റോളുകൾ ജുവലിന് വരട്ടെ. ജുവലിന്റെ അടുത്ത സിനിമ വല്ലതും ആയോ? ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുറെ കഥകളൊക്കെ കേട്ടു, കഥകൾ കേൾക്കുന്നുണ്ട്. ഒരു നല്ല ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ലാലേട്ടൻ തീർച്ചയായിട്ടും. ഈ യങ്സ്റ്റേഴ്സിൽ ആരുടെ കൂടെ? അങ്ങനെ ഞാൻ ലിസ്റ്റ് തന്നെ ഇങ്ങോട്ട് പറയും. പറഞ്ഞു. ദിലീപേട്ടൻ, പൃഥ്വിരാജ്, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ. കഴിഞ്ഞ ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇനിയും എപ്പിസോഡില് പിന്നത്തെ എപ്പിസോഡിൽ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും കൂടെ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട്. അവർ സമ്മതിച്ചാൽ മതി. നമുക്ക് 2020 പോലെയുള്ള ഒരു പടം എടുത്തിട്ട് എല്ലാവരും അടുപ്പിച്ച് നിർത്തി അങ്ങ് അഭിനയിച്ചു. കുഞ്ചാക്കോ ബോബൻ, കുറെ പേരുണ്ട്. പണ്ടേ ഇഷ്ടമായിരുന്നു. പോട്ടെ, ഓക്കെ. അപ്പോ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒത്തിരി 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 സിനിമകൾ അഭിനയിച്ച് ഞങ്ങളുടെ മലയാളികളുടെ സ്വന്തം നായികയായിട്ട് ഇങ്ങനെ വളർന്ന് 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 ഒരു വലിയ, ഇനി വളരണ്ട, ഫിസിക്കലി വളരണ്ട, മോശമാവും. അപ്പൊ പിന്നെ അങ്ങനെ വളർന്ന് വലിയൊരു നായികയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജുവൽ മേരിയെ ഇന്ന് ഇവിടുന്ന് ഗെറ്റ് സെറ്റ് ചാറ്റിൽ നിന്നും ഞങ്ങൾ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ജുവലിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ഒരു കലാപരിപാടിയും കൂടെ ഈ വേദിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും, ആചരിക്കപ്പെടുന്നതായിരിക്കും. അതെ, അടുത്തൊരു ബെല്ലോട് കൂടി നമ്മുടെ ജുവൽ മേരി ഇവിടെ ഒരു ഗാനം ആലപിക്കുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, ഗാനം ആലോചിച്ചോളൂ കേട്ടോ. അതിന് മുമ്പ് ജാമ്യം എടുക്കണം, കാരണം എന്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അത് നടക്കത്തില്ല കേട്ടോ, അത് ചിലർക്ക് ഈ സൗണ്ട് വെച്ചിട്ട് നല്ല പാടാനായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്ക് പാട്ട് പാടാറുണ്ടായിരുന്നു എന്നൊരു അത് ഗ്രൂപ്പ് സോങ്ങിന് മാത്രമേ ഉള്ളൂ. സിംഗിൾ ആയിട്ട് ഞാൻ പാടാൻ തുടങ്ങിയത് തന്നെ ഈ പരിപാടിയിലൊക്കെ വന്നതിന് ശേഷമാണ്. കാരണം കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എവിടെ നിന്ന് പാടിയാലും എല്ലാവരും ചോദിക്കും അത് ഏതാ ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പാടിയത്. കാരണം പെൺപിള്ളേരുടെയൊക്കെ സൗണ്ട് വളരെ സ്വീറ്റ് ആൻഡ് ഷ്രില്ലായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മാത്രം നല്ല കനമുള്ളൊരു ശബ്ദം എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം എന്ന് എല്ലാവരും അന്വേഷിക്കാറുണ്ട്. ഗംഭീരമായ ശബ്ദത്തിൽ 4 വരി ആലപിക്കും. ഞാൻ ശ്രമിക്കാം, ഞാൻ പാടും, നിങ്ങൾ പാടുപെടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സിറ്റുവേഷൻ. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നാട്ടുകാർ ദയവ് ഇത് ക്ഷമിക്കേണ്ടതാണ്. ശ്രമിച്ചു നോക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് പറഞ്ഞോളാം, കൈവിട്ടു പോയാ. ഈ വെള്ളി എന്ന് പറയുന്നത് ഒരു സ്വരമാണല്ലോ, നമുക്ക് സ്വർണ്ണത്തിൽ പിടിയാം. പൊക്കോളൂ. പൂവുക്കുള്ളൊളിന്തിരക്കും കനി കൂറ്റം അതിശയം, വണ്ണത്തിൽ പൂച്ചിയുണർந்தால் ஓவியங்கள் அதிசயம், பொய் சொல்லும் காற்று நல்லிசையாமல் அதிசயம், குருநாதர் இல்லாமல் குயில் பாற்று அதிசயம், அதிசயமே அசைந்து போகும் நீ எந்த அதிசயம். അത്രയുള്ളൂ. ചാടക്കാരി അല്ല, നമ്മൾ ജാമ്യം എടുക്കാന്നുള്ളത് ഒരു മാന്യത ആയതുകൊണ്ട് ആളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പം ഒരുങ്ങി വരണം. അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകണം, ഇതുപോലൊക്കെ ഒരുങ്ങി വരണം, അല്ലെങ്കിൽ എനിക്ക് മോശമാവും. ഞാൻ ഈ പെൺപിള്ളേർ വരുമ്പോ മാത്രമേ ഒരുങ്ങാറുള്ളൂ. നിങ്ങളും ഒരുങ്ങാതെ വന്ന് ഞാൻ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ എണീറ്റ് കളർഫുൾ ആയിട്ട് വരാം. യെസ്, ഇനി ഞാൻ എണീറ്റ് നിന്ന് ഒരു കോമ്പറ്റീഷൻ ഇപ്പൊ അവിടെ ഇരുന്നാ മതി. ഹൈറ്റ് കാണിക്കാനുള്ള പോവുകയാണ്. അത് ഒരു 2.5 കട്ട ഹീലിട്ട് അത് മറന്നുപോയത്. ഞാൻ ഇത് ജുവലിന് വേണ്ടിട്ട് മേടിച്ചതാ സത്യമായിട്ടും. ഓക്കെ, അപ്പൊ സാധാരണ സെൽഫി ഒന്നുമില്ല, ഞങ്ങളൊരു പാവം മനുഷ്യരായിട്ടോ. പഴയ സെറ്റപ്പാണ്, ഞങ്ങൾ വളരെ വളരെ പഴയ സെറ്റപ്പാണ്. ഞങ്ങള് ഓട്ടോഗ്രാഫാണ് മേടിക്കുന്നത്. ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതിയിട്ട് ഒത്തിരി കാലമായിട്ടുണ്ടാവില്ലേ? അല്ല, ഇപ്പൊ നാട്ടുകാർക്കും പിള്ളേർക്കൊക്കെ കൊടുക്കും ഓട്ടോഗ്രാഫ്. ശരിയാ, ഓക്കെ. അപ്പൊ ഞങ്ങൾക്കും കൂടെ ഒരു ഓട്ടോഗ്രാഫ് എന്ത് വേണേ എഴുതിക്കോ. നല്ലതാണെങ്കിൽ ഞാൻ ഉറക്ക വായിക്കും, ഇല്ലെങ്കിൽ ഉറക്ക വായിക്കില്ല. എനിക്ക് ഈ ഒരു ഒറ്റ വാചകമേ ഞാൻ എല്ലാ ഓട്ടോഗ്രാഫിലും എഴുതാറുള്ളൂ. അത് ശരി, മരിക്കണവരെ ഇത് തന്നെ എഴുതും. ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ചതിൽ ഒരു കാര്യം ഉണ്ടായില്ല, ഒരു വാക്ക് എക്സ്ട്രാ എഴുതണം. Get set, get it set,
set, chat. Get set, chat. Yeah. അങ്ങനെ പറഞ്ഞ് എഴുതിച്ചത് കൊണ്ട് നന്നായി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജുവൽ മേരിയുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജുവൽ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. അതെന്റെ ഒപ്പ ഒരു ഒപ്പാണ്, പക്ഷെ ആ ഒപ്പ് വളരെ കലാപരമായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഫോഴ്സ് ചെയ്ത് എഴുതിപ്പിച്ചത്. ഗെറ്റ്സ് എ ചാറ്റ് റിയലി കൂൾ, ഹാഡ് എ ഗ്രേറ്റ് ടൈം, വി ടു ഹാഡ് എ ഗ്രേറ്റ് ടൈം. എന്റെ ഒപ്പം എല്ലാരും കണ്ടോട്ടാ. അതെ, ഒപ്പ് കണ്ടോട്ടെ. ആ ലവ് ഉണ്ട്, ലവ് ഉണ്ട്, ഒരു മ്യൂസിക്കൽ നോട്ട് ഉണ്ട്. Get set, get it set, get set, chat. Get set, chat. Yeah. Get set, chat. Get set, chat. Get set, get it set, get set, chat. Get set, chat. Yeah.